സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഈ നിമിഷം ഓർക്കുന്നു. സജോച്ചനെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. വളരെ സ്നേഹത്തോടും വളരെ താല്പര്യത്തോടും കൂടെ പലപ്പോഴും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. സജോച്ചൻ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഈ നിമിഷം ഓർക്കുകയാണ്. ദാനിയേലച്ചനെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. എനിക്കറിയില്ല ദാനിയേലച്ചനെ കുറിച്ച്, പക്ഷേ സജോച്ചൻ പറഞ്ഞു ഇവിടെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. തോമസ് അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക, യൂത്ത് എവിടെയെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ സജോച്ചനോട് ചോദിച്ചു, ഇത് എവിടെ ഇപ്പോൾ യൂത്ത്? കാണുന്നവരൊക്കെ CC അടഞ്ഞ് തീരാറായവരാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ വന്നത് യൂത്തിൻ്റെ അടുത്ത്. അപ്പം ഞാനിങ്ങനെ നോക്കുക, ദൈവമേ എവിടെയെങ്കിലും ഇടയിലെങ്ങാനും ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞിട്ടും ഈ റോയിൽ മുഴുവൻ ഇരിക്കുന്നതൊക്കെ CC അടഞ്ഞ് തീരാറായി തുടങ്ങിയവരാ. അപ്പോൾ അതാണ് ഇപ്പോൾ പ്രശ്നം കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, ആരെങ്കിലും ഏതെങ്കിലും യൂത്ത് പുറത്തുണ്ടെങ്കിൽ ഒന്ന് അകത്ത് കയറിയാൽ അച്ഛന് സന്തോഷം, നിങ്ങളെ കാണാൻ പറ്റും, നിങ്ങളോട് സംസാരിക്കാൻ പറ്റും കേട്ടോ. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. കാരണം ഞാൻ അവരോട് സംസാരിക്കാനായിട്ടാണ് വന്നത്. എന്തൊക്കെയാലും കുഴപ്പമില്ല, എല്ലാവർക്കും കേൾക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി അവരുടെ ഭാഷയായിരിക്കും കേട്ടോ. പ്രശ്നമില്ലല്ലോ, കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അവളോട് സംസാരിക്കുള്ളൂ കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. ഒരു കാര്യം പറഞ്ഞാൽ കേട്ടോ, ഞാൻ ഇച്ചിരി ലേറ്റായി, ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് ലേറ്റായി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നതാണ്, ഇച്ചിരി ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുർബാന കഴിഞ്ഞ് നേരെ കാറി കയറി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നല്ല മഴയുണ്ട്, പല സ്ഥലങ്ങളിൽ നല്ല വെള്ളക്കെട്ടുമുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. ഈ മഴ തുടങ്ങിയ എല്ലാവരും പതുക്കെ വണ്ടി ഓടിക്കുകയുള്ളൂ, അതാണ് ചെറിയ പ്രശ്നം. പക്ഷേ എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ സമയത്ത് ഇവിടെ എത്താൻ പറ്റി. സജോച്ചൻ ഇച്ചിരി ടെൻഷൻ അടിച്ചെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ 2-3 പ്രാവശ്യം വിളിച്ചു, അച്ഛൻ എവിടെ എത്തി. എനിക്കാണെങ്കിൽ എവിടെ എത്തി എന്ന് പറയാൻ സ്ഥലം അറിയണ്ടേ. ഇത് വണ്ടി പോണ സ്ഥലങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആ വണ്ടി ഗൂഗിൾ ചേച്ചി പറയണ പോലെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ, വണ്ടി സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ അങ്കമാലിക്കാരനായതുകൊണ്ട് എൻ്റെ ഭാഷയ്ക്ക് ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി വലിവും ഇച്ചിരി ഒടിവും ഇച്ചിരി നീളലും ഇച്ചിരി കുറുകലൊക്കെ ഇച്ചിരി കൂടുതലാണ്. അതാണ് ഇച്ചിരി ഞങ്ങളുടെ ഭാഷയുടെ ഇച്ചിരി പ്രത്യേകം. ഞാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങൾക്ക് വേറെ മീനിങ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് ചിലപ്പോൾ ഇവിടെ തെറിയൊക്കെ ആയിരിക്കും. നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ തെറിയായിട്ട് പറയുന്നതാണ്, അല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ വളരെ കാര്യമായിട്ട് പറയുന്നത്, കാരണം ഞാൻ മിക്കയിടത്തും പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ചിലരിങ്ങനെ മിടിച്ചിരിക്കുന്ന കാണാം, ഇങ്ങനെ കണ്ണു തുറന്ന്. ആദ്യമൊക്കെ എനിക്കത് മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായി തുടങ്ങിയ ദൈവമേ ആ ഭാഷ ആ വാക്ക് ആ നാട്ടിൽ പച്ചത്തെറിയാ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് സ്ഥലത്തിന് വ്യത്യാസമുള്ളതുണ്ട്. ഇപ്പം സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും, ഞാൻ മിക്കവാറും തിരുവനന്തപുരത്തൊക്കെ സംസാരിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവരെപ്പോഴും സംസാരിക്കുമ്പോൾ ഓ പറയും, ഓ എന്ത് ചോദിച്ചാലും ഓ ഓ ഓ എന്ന് പറയും. ഇപ്പോൾ ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞു, ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പറയും, ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞു, അപ്പോൾ ഒരു ഓ എഴുന്നേറ്റേക്കാമോ, ഓ ചെയ്യാം, അത് ചെയ്യാമോ, സ്തുതിക്കാമോ, ഓ. ഈ ഞങ്ങളുടെ നാട്ടിലെ അങ്കമാലിക്കാരും ഓ പറയാറില്ല. അങ്കമാലിൽ ഓ എന്ന് പറഞ്ഞാൽ വേറെ മീനിങ്ങാ, ഞങ്ങളുടെ നാട്ടിൽ ഓ ഉപയോഗിക്കുന്നത് വേറെ രീതിയിലാണ്. ഓ ഓ ടൂണ് മാറി, രീതി മാറി, ആക്ഷൻ മാറി, ഉത്തരം മാറി കേട്ടോ. അപ്പം ഞങ്ങൾ ഓ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ തിരുവനന്തപുരത്ത് മുക്കോലം എന്ന് പറഞ്ഞൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാനോട് പറഞ്ഞു, കരങ്ങളൊക്കെ ഉയർത്തി സ്തുതിക്കില്ലേ? അപ്പോൾ ഒരു പറഞ്ഞു ഓ. എഴുന്നേറ്റിക്കല്ലേ? അപ്പോഴും പറഞ്ഞു ഓ. ഇനി ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തെ ഒന്ന് വിളിക്കില്ലേ? അപ്പോൾ അവരും പറഞ്ഞു ഓ. ഈ ഓ എന്ന് പറയുന്നല്ലാതെ ഇവർ ചെയ്യണില്ല. അപ്പം ഞാൻ നിന്ന് ഈ അത്യാവശ്യം നാണമാനില്ലാത്തൊരു സാധനമാണ് ഞാൻ, എന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ നിന്നിങ്ങനെ പുഴുകണ് കണ്ടിട്ട് അവിടുത്തെ കൊച്ചച്ഛൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ജിനുവച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച ഈ സാധനങ്ങൾ എന്ത് എല്ലാത്തിനും ഓ പറയണേ. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, എൻ്റെ ജിനുവച്ച ഇവിടുത്തെ എസ് എന്ന് പറയണതിന് തുല്യമാണ് ഓ കേട്ടോ. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ പാലക്കാട് ചെന്നാലും ഈ ഓ കേൾക്കാം, കണ്ണൂർ ചെന്നാലും വേറെ രീതിയാണ് സംസാരം, ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ഈ കൊല്ലത്ത് കൈകെട്ടി ഈശോയുടെ ഒരു പള്ളിയുണ്ട്, ഇത് കൊല്ലമല്ലേ? ആലപ്പുഴ 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 ജില്ലയാണ്, ബോർഡറാണോ? ബോർഡർ. ഇത് കഴിഞ്ഞാലാ പത്തനംതിട്ടയാണ്. ഇപ്പോൾ കൊല്ലം എവിടെയാ? അപ്പുറത്താണ്. എവിടെയെങ്കിലും ആവട്ടെ, കർത്താവിൻ്റെ കൃപ കൊണ്ട് എവിടെയെങ്കിലും വന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് അറിയോ, ഈ കൊല്ലത്ത് കൈകെട്ടി ഈശോയുടെ ഒരു പള്ളിയുണ്ട്, ലാറ്റിൻകാരുടെ പള്ളിയാണ്, ഒരു തീർത്ഥാടന കേന്ദ്ര. ഞാൻ അവിടെ പോയി പ്രസംഗിക്കാൻ നേരത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ ചങ്കത്തിട്ടിരിക്കുക. ഹോ
അപ്പം ഞാൻ ധ്യാനിപ്പിക്കാൻ പോയിക്കല്ലേ, പ്രസംഗമാണല്ലോ, കൺവെൻഷനാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ദൈവമേ എന്തോ അത്ഭുതം ഇപ്പം നടക്കാൻ പോവുക, അതുകൊണ്ട് ഈ ചേച്ചി ഇതുപോലെ ഇട്ടിരിക്കണേ. അപ്പം ഞാൻ പ്രസംഗിക്കുന്നു, ചേച്ചി ഇടിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, ചേച്ചി ഇടിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, ചേച്ചി ഇടിക്കുന്നു. എൻ്റെ പ്രസംഗം ചേച്ചിയുടെ ഇടിയാണെങ്കിൽ തീരണമില്ല, പ്രസംഗമാണെങ്കിൽ ഒടുങ്ങണമില്ല. ഒടുക്കത്തെ പ്രസംഗം, ഒടുക്കത്തെ ഇടിയും പ്രസംഗം ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുക. കുറേ നേരം കഴിഞ്ഞിട്ടും എൻ്റെ പ്രസംഗം തീരണില്ല, ചേച്ചിയുടെ ഇടി തീരണമില്ല. അവസാനം എൻ്റെ പ്രസംഗം നിർത്തി ഞാൻ പോകാൻ നേരത്തെ ചേച്ചിയുടെ ഇടി അവസാനിപ്പിച്ച് ചേച്ചി അവിടെ ഇരുന്നു. ഞാൻ വിചാരിച്ച അത്ഭുതമൊന്നും ഉണ്ടായില്ലല്ലോ കർത്താവെന്ന് വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഇതിനോട് ചോദിച്ചു, എൻ്റെ പൊന്നേച്ചേ ഇതിനെ മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ ഇതിനകത്ത് നിന്നിട്ടുള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്നെ നോക്കിയിട്ട് പറയാ, എൻ്റെ പൊന്നച്ച ആ എഴുത്താരൻ നിന്ന് എന്നാ തെറിയായി പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് വളരെ ചിലപ്പോൾ നെഗറ്റീവ് മീനിങ് ആയിരിക്കും ഇവിടെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? അല്ല. എനിക്ക് എന്തും പറയാലോ, കുഴപ്പമില്ലല്ലോ, അറിയോ? ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ, ഓൾ ഓഫ് യു താങ്ക് യു കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കുക. സജോച്ചൻ വളരെ സുന്ദരമായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നന്നായിട്ട് പ്രസംഗമൊക്കെ പറയും. വെറുതെ അല്ല കേട്ടോ, എന്തെങ്കിലും ആവട്ടെ. ഞാൻ സജോച്ചനോളോ എത്തുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സജോച്ചൻ 2 വാക്കുകളെ സംസാരിച്ചോളെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കുഴിയിൽ വീണാൽ എന്തായിരിക്കും അടുത്ത ദിവസം നമ്മുടെ കുട്ടികളുടെ വാക്കുകൾ, പിന്നെ അടുത്തത് ജിനുവച്ചൻ്റെ കൂടെ നിന്നാൽ എന്തായിരിക്കും അടുത്ത വാക്കുകൾ. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ചിരിക്കണ കണ്ടു, വളരെ സന്തോഷം തോന്നി. എന്തെങ്കിലും ആവട്ടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറയും, യൂത്തിനോടാണെങ്കിലും ആരോടാണെങ്കിലും ജീവിതത്തിൽ ഞാൻ എപ്പോഴും സംസാരിക്കാൻ പോകുമ്പോൾ പറയുന്നത് അറിയോ, നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? ഈ ലോകത്ത് കേട്ടോ, ഈ ലോകത്ത്. യു സ്റ്റാൻഡ് അപ്പ്, കം ഓൺ. വാട്ട്സ് യുവർ നെയിം? ജെയ്സ്. വളരെ സുന്ദരിയാണ് കേട്ടോ. ഓക്കെ ജെയ്സേ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? പാരൻസ്. യെസ്, പാരൻസൊക്കെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ, ജെയിൻസ് വലുതായി കഴിയുമ്പോൾ, കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, 4-5 കുട്ടികളുടെ അമ്മയായി കഴിയുമ്പോൾ ഈ പാരൻസ് പ്രായമാവും, അവർ പോവും. അപ്പോഴും പാരൻസ് ഉണ്ടാവോ? പിന്നെ ആരുണ്ടാവും ഈ ലോകത്ത്? എൻ്റെ കർത്താവ്, എന്തെങ്കിലും ആവട്ടെ. അവൾ ആദ്യത്തിലേക്ക് ദൈവത്തിലേക്ക് കയറി പിടിച്ചു. പോക്കോ ജെയിൻസ്, പോക്കോ. ഇപ്പത്തിരിക്കുന്ന സാധനം വാ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ സുന്ദരമായിട്ട് ഈ എന്നിട്ട് വെസ്റ്റേൺ സിംഗിങ് ഒക്കെ കേൾക്കില്ലേ, ഞങ്ങളുടെയൊക്കെ വത്തിക്കാനിൽ പാടുന്ന പോലെയാണ് നിങ്ങൾ പാടിയത് കേട്ടോ. വളരെ രസം. ഒരു നല്ല ഐഡിയ അവർക്ക് കൊടുക്കാം കേട്ടോ. വളരെ ഒന്നും പറയാനില്ല. അതിൻ്റെ പൊന്നോ, അതെങ്ങനെ പാടിയുടെ പോയി. നിങ്ങൾക്ക് ശബ്ദം ഉണ്ടോയെന്നും തോന്നില്ല, എന്നാൽ ശബ്ദം ഇല്ലയെന്നും പറയില്ല അല്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, ആവാത്ത കാര്യം കാണിക്കുമ്പോഴാണുമ്പോൾ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ. വാ, വാട്ട്സ് യുവർ നെയിം? അടുത്തുനിന്നോ? അച്ഛൻ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ജോലേ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ചേച്ചീനെ അച്ഛനെയും അമ്മേനെയും. പൊക്കോ, ബാ. കൊയറാരി ഇരിക്കണോണ്ട് കൊയറാരെ പിടിക്കാന്ന് വിളിച്ചു. എന്തെങ്കിലും ആവട്ടെ, എവിടെ എന്തെങ്കിലും പിടിക്കണ്ടേ. തള്ളി വന്നില്ല. ഇങ്ങോട്ട് വാ. പേര് തൊട്ടാ? സാറാ. സുന്ദരിയാട്ടോ സാറാ. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? വലിയവർക്കും പല ഉത്തരങ്ങളാ കേട്ടോ. അനിയത്തിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തുകൊണ്ട് അനിയത്തിന് ഇത്ര ഇഷ്ടം? ഇവിടെ ഉണ്ടോ? അനിയത്തി ഉണ്ടാ? വീട്ടിൽ പോയോ? എന്തുകൊണ്ട് അനിയത്തിന് ഇത്ര ഇഷ്ടം? ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഉത്തരം കേൾക്കണ്ട കേട്ടോ. അനിയത്തിന് ഇത്ര ഇഷ്ടമെന്ന്. വൈ? ഓ, എൻ്റെ അനിയത്തി ആയതുകൊണ്ട് കൊള്ളാം. വേറെ ആരുടെ അനിയത്തി ആയിരുന്നെങ്കിൽ ഇഷ്ടപ്പെടില്ലായിരുന്നില്ല. നല്ല ഉത്തരവാണ്, നല്ലൊരു ഐഡിയ കൊടുക്കാം കേട്ടോ. പൊക്കോ. ഞാൻ അടുത്ത് ഇച്ചിരി കാരണവന്മാരോട് ചോദിക്കണം. മോനും കൂടെ നേടാ. അച്ഛൻ്റെ മോനാണോ? അപ്പം നല്ല ഉത്തരം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. സജോച്ചൻ പിന്നിലുണ്ട്, നിന്നെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. നീ നോക്കിയും കണ്ട ഉത്തരം പറഞ്ഞോളാം. നാളെ നിന്റെ ഉത്തരം ഇവിടെ ഒക്കെ ബാധിക്കപ്പെടും കേട്ടോ. എന്തെങ്കിലും വാട്ട്സ് യുവർ നെയിം? ജോയലേ, വളരെ സുന്ദരനാണ് ജോയലേ. സുന്ദരമായിട്ട് പാടി ജോയലേ. ജോയൽ, ഒറ്റ ചോദ്യമുള്ളൂ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? കാണപ്പെട്ട ദൈവങ്ങൾ. മാതാപിതാ ഗുരു എന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറ. ഒരാളെന്ന് ഉദ്ദേശിക്കും. പാരൻസ്. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പോഴും പോയി ജോയലും എന്നെ നിരാശപ്പെടുത്തി. പോട്ടെ, ഇനി ഈ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും വിളിച്ച യു കണ്ണട വെച്ച മോനെ, യു കമോൺ. ഏതെങ്കിലും ഫ്രീക്കന്മാരൊക്കെ വിളിക്കണ്ടേ കേട്ടോ.
യാ. പേടിയുണ്ടോ? ഓ നോ പ്രോബ്ലം, നോ പ്രോബ്ലം. വാട്ട്സ് യുവർ നെയിം? സോനു. വളരെ സുന്ദരനാണ് സോനു. സോനെ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? അമ്മയും ചേച്ചീനെ. അമ്മേനെയും ചേച്ചിനെയും. അതെങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയണേ? അല്ല, രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം, വേറെ ഒന്നുമില്ല. നിങ്ങളെല്ലാവരോടും ഇപ്പോൾ പൊക്കോ, സോനു പൊക്കോ. ഞാൻ ഒരു പെങ്കൊച്ചിനോട് ചോദിച്ചോക്കണല്ലോ. യു കമോൺ. യാ റോസ്, വാ ഇങ്ങോട്ട് വാ. യൂത്താണോ? ഓക്കെ, തിരിഞ്ഞുന്നോ. വാട്ട്സ് യുവർ നെയിം? സിറിൽ. സിറിൽ. ഇത് ആണുങ്ങളുടെ പേരല്ലേ? എൻ്റെ പേരും അങ്ങനത്തെ ഒരു പേരാ. ഇങ്ങനെ രണ്ടും കെട്ട പേരാ എൻ്റെ പേര്, ജിനു കേട്ടോ. അത് പെണ്ണുങ്ങൾക്കും ഉണ്ട് ആണുങ്ങൾക്കും ഉണ്ട് കേട്ടോ. എൻ്റെ ഇടവകയിലെ ഏറ്റവും വലിയ സങ്കടം പിടിച്ചൊരു കാര്യം എനിക്കതായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ എൻ്റെ അപ്പനോട് എൻ്റെ തന്തയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നപ്പ ഇച്ചിരി നല്ല പേരൊക്കെ എനിക്ക് ഇടാറുന്നില്ലേ. അപ്പം പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ വേറൊന്നും കിട്ടിയില്ലടാ, നിൻ്റെ മുഖം വെച്ചിട്ട് ഈ പേരിൽ ഇടാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, എനിക്കിട്ട പേരെന്ന് ജിനു എന്നുള്ളതാ. എൻ്റെ കാരണം എന്നറിയോ? എൻ്റെ ഇടവകയിൽ 4 ജിനുമാരുണ്ട്. 3 ജിനും പെണ്ണുങ്ങളാ, ഞാൻ മാത്രമുള്ള ആണായിട്ട്. എനിക്ക് എന്തൊരു സങ്കടമായിരുന്നറിയോ? ജിനു ഒന്ന് എഴുന്നേറ്റ് നടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേര് എഴുന്നേറ്റിക്കും. ഈ ലോകത്ത് ഞാൻ എൻ്റെ അപ്പനോട് ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് മാത്രം. എന്തെങ്കിലും ആവട്ടെ. സിറിലേ, സൂപ്പർ പേര് കിടക്കട്ടെ. സിറിലേ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? യേശോപ്പച്ചനെ. നേരെ അങ്ങോട്ട് കയറി പിടിച്ചല്ലേ. ഞാൻ ഈ ലോകത്തിൻ്റെ കാര്യം ചോദിച്ചാൽ, നമുക്ക് ലോകത്തിൽ ഫുൾ അങ്ങനെയല്ല വെച്ച് ചോദിക്കുന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഞാൻ ഈശോപ്പച്ചനിലേക്ക് വരും. ഈശോപ്പച്ചനെ വിട്ടോ, അത് കഴിഞ്ഞിട്ട് പാരൻസ്, ദെൻ എൻ്റെ ചേച്ചി, ദെൻ എന്നില്ല, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, കമോൺ. പൊക്കോ സെറിൽ പൊക്കോ. താങ്ക് യു സെറിലെ. വാട്ട്സ് യുവർ നെയിം? ബെൻസി. ബെൻസി പേടിക്കണ്ട, ശാന്തമായിരുന്നാൽ മതി കേട്ടോ. ബെൻസിയെ സുന്ദരിയാണ് കേട്ടോ. ഓക്കെ, ബെൻസിയുടെ നല്ല ചിരിയാ, കണ്ടില്ലേ? എന്നാ അവർ നോക്കി ചിരിച്ചേ, അതിനാക്കി ചിരിയാണല്ല. എന്തെങ്കിലും ആവട്ടെ. ബെൻസി, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? പപ്പയും അമ്മയും. ദെൻ ചേച്ചിമാർ, ദെൻ ഫ്രണ്ട്സ്, ദെൻ അത്രേ ഉള്ളൂ. ഫിനിഷ്. ദെൻ ഗോ. ദെൻ നെക്സ്റ്റ് വൺ, പ്ലീസ് കം. അവൾ ഇച്ചിരി ചിന്തിക്കുന്ന കൊച്ചാ. അവൾ ചിന്തിക്കുന്നുണ്ട്, എന്തോ ഊടായിപ്പാന്ന് തോന്നു. ചിന്തിച്ചു കൂട്ടിയ. വാട്ട്സ് യുവർ നെയിം? ലെന. സുന്ദരിയാണ്, ഇങ്ങോട്ട് വാ. ലെന, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ഷുവർ? ദെൻ അനിയനെ. ദെൻ പിന്നെ എല്ലാരും ഇഷ്ടം. എല്ലാരും എന്ന് വെച്ചാ എല്ലാരും. ഇറ്റ്സ് ഓക്കെ. ദെൻ നെക്സ്റ്റ് പേഴ്സൺ, പ്ലീസ് കം. അതോടുകൂടി ഞാൻ നിർത്താം. ഇനി ഈ ചോദ്യം പോവില്ല. ഓക്കെ, വാട്ട്സ് യുവർ നെയിം? ലിൻഡ. കമോൺ ലിൻഡ. ഈ ലോകത്തെ സുന്ദരിയാണ് ലിൻഡ? അല്ല, ആണോ? സുന്ദരിയാണോ ലിൻഡ? ഉറപ്പാണോ? നിങ്ങോട്ട് വാ. ലിൻഡ സുന്ദരിയാണോ അല്ലയോ? ലിൻഡ സുന്ദരിയാണോ അല്ലയോ? യെസ്, ദാറ്റ്സ് ഇനഫ് കേട്ടോ. എല്ലാവരും സുന്ദരിമാരാ. ഞാൻ എപ്പോഴും പറയുന്നറിയാം, ഞാൻ ആരെ കണ്ടാലും പറയും സുന്ദരിയാട്ടോ, സുന്ദരനാട്ടോ എന്ന് പറയും. ഒറ്റ റീസണുള്ളതിന് എന്താ അറിയോ? ദൈവം സൃഷ്ടിച്ചതെല്ലാം ഭംഗിയുള്ളതാ. ഞാൻ അങ്ങനത്തെ കാണുന്ന മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതെല്ലാം ഭംഗിയുള്ളതാ. അപ്പോൾ ലിൻഡ സുന്ദരിയാണോ? ആണോ? ഉറപ്പ്? ഓക്കെ. ലിൻഡ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? പാരൻസ്. ദെൻ പിന്നെ ദൈവത്തെയോ? പിന്നെ അപ്പച്ചനും അമ്മച്ചിനെയും. ദെൻ ഫ്രണ്ട്സ്. ദെൻ പിന്നെ വേറെ ആരുമില്ല. പൊക്കോ ലിൻഡ, പൊക്കോ. എല്ലാവരും എന്നെ നിരാശപ്പെടുത്തി കേട്ടോ. സാധാരണ എവിടെയെങ്കിലും ഒരു ഉത്തരം കിട്ടാറുണ്ട്, അങ്ങനെ ഒരു ഉത്തരം. ഞാൻ എപ്പോഴും മനുഷ്യനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ പറയുന്നൊരു കാര്യം എന്നറിയോ? ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെന്നറിയോ?
നമ്മളെ തന്നെയാണ് കേട്ടോ. നമ്മളെ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കണം. അവിടെയാണ് നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഉള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്ത കൊടുക്കാൻ പറ്റുമോ? ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം ജീവിതത്തെയും സ്വന്തം ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും സ്നേഹിക്കുന്ന മനുഷ്യർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ കൂടിക്കൊണ്ടിരിക്കുകയാണോ? കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? മനുഷ്യന്മാർ എപ്പോഴും ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ഭയങ്കര സങ്കടമാണ് മനുഷ്യർക്ക് കേട്ടോ. അത് യൂത്തിൻ്റെ ഇടയിൽ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ യൂത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സന്തോഷവും ഇവരുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി ഇവർ വേറൊരാളിൽ കൊടുത്തേക്കാം. ഇപ്പം എൻ്റെ പപ്പയും മമ്മിയും ഓക്കെ ആണെങ്കിൽ ആ കൊച്ച് ഓക്കെ ആവും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പപ്പയും മമ്മിയും വളരെ മോശമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ ലോകത്ത് അല്ലേ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ എല്ലാവരും നല്ലവരാണെന്ന്? ആണോ? അല്ല. അപ്പം ഞാൻ എപ്പോഴും എന്നെ കാണുന്ന മനുഷ്യരോട് പറയുന്നൊരു കാര്യം അറിയോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതം തന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട് നിങ്ങളുടെ കൂടെ. ആ ദൈവം തന്ന ശരീരത്തെയും നിങ്ങളുടെ ജീവനെയും ആദ്യം സ്നേഹിക്കണം, ഭയങ്കരമായിട്ട് സ്നേഹിക്കണം. ഭയങ്കരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിൻ്റെ ജീവിതത്തെ നിൻ്റെ സന്തോഷത്തെ എടുത്ത് കളയാൻ പറ്റാത്ത വിധം സ്നേഹിക്കണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ്, താങ്ക് യു കേട്ടോ. ഞാൻ എന്താ പറയുന്നതറിയോ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതറിയോ? ചിലപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രസംഗിക്കുന്ന ഒരാളാണ്. അച്ഛൻ സോഷ്യൽ മീഡിയയിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയണേന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആണോ? അല്ല കേട്ടോ, അല്ല. ഇഷ്ടം പോലെ പേര് കുറ്റം പറയാനുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയാ എൻ്റെ പ്രസംഗം കേട്ടിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ട് പറയാ, എൻ്റെ ഫോൺ വിളിച്ചിട്ട് പറയാം എങ്ങനെയോ നമ്പർ കിട്ടിയപ്പോൾ വിളിച്ചിട്ട് പറയാ, എടോ തനിക്ക് നല്ല തണ്ടും തടിയുണ്ടല്ലോ, വില കൂലിപ്പണിക്കുമ്പോൾ കൂടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എൻ്റെ പ്രസംഗം കേട്ടിട്ട് അവനൊരു ആവശ്യമില്ല, ഞാനും അവനുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ അവൻ വിളിച്ചിട്ട് പറയാ, എടോ തനിക്ക് നല്ല തണ്ടും തടിയുണ്ടല്ലോ, വില കൂലിപ്പണിക്കുമ്പോൾ കൂടെ. എൻ്റെ സ്വഭാവത്തിന് അവൻ്റെ അപ്പനെ വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുമോ? ഇല്ല, പറ്റത്തില്ല, ജന്മത്ത് പറ്റത്തില്ല. പിന്നെ ഞാനെന്ത് ചെയ്യുന്നത്? ഞാനൊരു അച്ഛനായി പോയി, എനിക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല. ഞാനെന്ത് ചെയ്യുന്നറിയോ? അവൻ വിളിച്ച മെസ്സേജ് നിർത്തി. അവൻ പിന്നെയും എനിക്ക് ഇതുപോലെ തന്നെ അവൻ്റെ പേരിൽ തന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്തിടാം. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ക്ഷമിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു. പിന്നെ എനിക്ക് തെറി വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനെന്താ ചെയ്തെന്നറിയോ? അവൻ്റെ മെസ്സേജ് കണ്ട വഴി നമ്മുടെ ഇമോജിൽ 5 സ്തുതിയില്ലേ, 5 സ്തുതി അങ്ങോട്ട് അയച്ചു കൊടുത്തു. അവന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അയച്ചു കൊടുത്തേ കേട്ടോ. ഞാൻ പറയുന്നറിയോ, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറ്റം പറയാൻ 1000 പേര് ചുറ്റിനുണ്ടാവും അല്ലേ? ഉറപ്പല്ലേ? യെസ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 1000 പേര് നിന്ന് കുറ്റം പറയും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരുണ്ടാവും? എത്ര പേരുണ്ടാവും? ഒരാളുണ്ടായില്ല. ഈ യൂത്തിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? അവരെപ്പോഴും ഈ ഫ്രണ്ട്സായിട്ട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. അതിൻ്റെ കാരണം എന്നറിയോ? അവർക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളോ സ്വന്തമായിട്ടൊരു നിലനിൽപ്പോ ഇല്ല. അതാണ് പ്രശ്നം. നമ്മുടെ ഒരു കുഴപ്പമെന്നറിയോ? നമ്മളിങ്ങനെ കൂടെ ജീവിക്കുന്ന വ്യക്തികളെ കൂട്ടുപിടിച്ച് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്നറിയോ? നിങ്ങളെപ്പോഴും സിംഗിൾ പേഴ്സണാണ്. ചിലപ്പോൾ എത്ര പാരൻസിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും, ജയനിങ്ങടെ വന്നേ, അല്ലേ, പാരൻസിന് ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? ജയിൻ്റെ എല്ലാ കാര്യങ്ങളും പാരൻസിന് അറിയോ? ഇല്ല. നീ അങ്ങനെ പറയണത്, നിങ്ങൾ ചിരിക്കണതിനാ. ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചെങ്കിലും പറയട്ടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അവരുടെ പാരൻസിന്. പാരൻസിനോട് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളും ഇല്ലേ ജയിനെ? അപ്പൊ ഈ കാര്യം ആരോട് പറയും? ഫ്രണ്ട്സിനോട് പറയും. അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്ത കാര്യമില്ലേ ചില കാര്യങ്ങളൊക്കെ? ജെയ്സേ, ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളില്ലേ? ഉണ്ടായിരിക്കണോ? ഞാൻ പറയട്ടെ, ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ കാര്യങ്ങളും പാരൻസിനോട് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടെയുള്ള ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലെന്നേ.
നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അറിയോ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും അസച്ച് എത്ര വലിയ അടുപ്പമുള്ള പേഴ്സൺ ആണെങ്കിൽ പോലും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അത് കൺവിൻസ് ചെയ്യിപ്പിച്ച് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? ഓക്കെ ജെയ്സ്, ഓക്കെ ജെയ്സ് പൊക്കോ. ഞാൻ എന്താ പറയുന്നതറിയോ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മളെ ഉള്ളൂ. ഇവിടെ കാരണന്മാരിക്കണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കാരണന്മാരോട് ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഇത്രയും നാള് നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടി ജീവിച്ചതാണല്ലോ. വളരെ സുന്ദരമായൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇവിടെ കാരണന്മാരുടെ ചോദ്യം കേട്ടോ, പിള്ളേരൊന്നും പറയണ്ട, കാരണന്മാർ പറഞ്ഞാൽ മതി. പിള്ളേർ ഇരുന്ന് കേട്ടോട്ടെ, നല്ല കാര്യമാണ്. ഞാൻ വീടിക്കണ കാരണന്മാരോട് ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങളുടെ മക്കള് നിങ്ങളെ നോക്കുമെന്ന് ഇപ്പോൾ വിവാഹിതയാണോ? ആണോ? ഇവിടെ വന്നേ. എത്ര പിള്ളേരുണ്ട്? രണ്ടുപേരുണ്ട്. എന്തൊക്കെ ചെയ്യുന്നവര്? ഒരാള് തേർഡിലും ഒരാൾ UKG. തേർഡിലും? ഈ സാധനമാണോ? ഓക്കെ. ഒരാൾ UKG എവിടെ? ആ കുണുങ്ങി വന്ന പെങ്കൊച്ച്. യെസ്. അവൾ ഇവിടെ ഇത്ര നേരം നിൽക്കായിരുന്നേ. അവൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കാണിച്ച് കയറി തന്നെ ഉണ്ടോ, പക്ഷെ എങ്ങോട്ടാ പോയെന്ന് ഞാൻ കണ്ടില്ല. സജോച്ചൻ നിൽക്കണോണ്ട് എന്തെങ്കിലും ആവട്ടെ. ഓക്കെ മോളെ, പേര് തൊട്ടാ? ദീപ. ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ. ദീപ ജീവിക്കുന്നത് ഇപ്പം ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടിയിട്ട്. ഉറപ്പല്ലേ? ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പാരൻസും ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടി. ദീപ പൊക്കോ. ദീപ, താങ്ക് യു. അടുത്ത ചോദ്യമാണ് പാരൻസിനോട്. നിങ്ങളെല്ലാവരും പറയുന്ന മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, എനിക്ക് പ്രായമാകുമ്പോൾ എൻ്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള പാരൻസ് ഒന്ന് കൈവക്കേ. ദീപ പൊക്കണില്ലേ? ഒന്നും കൂടി പറയാം അച്ഛൻ ഒന്നും കൂടി പറയാം. പാരൻസിന് മനസ്സിലായില്ലെങ്കിൽ, എനിക്ക് പ്രായമാകുമ്പോൾ എൻ്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഉറപ്പുണ്ടാവണം കേട്ടോ. അച്ഛൻ പോവും, അച്ഛനിവിടുന്ന് പോവും. പക്ഷേ ഇവിടെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഉറപ്പുകളുണ്ട്. ഉറപ്പുള്ളവർ, എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടാവണമല്ലോ. ആ ഉറപ്പുള്ളവർ ഒന്ന് കൈവക്കേ. പൊക്കാണെങ്കിൽ ഇച്ചിരി പൊക്കത്തി പൊക്ക, എനിക്ക് കണ്ണാനുള്ളതാ. 2 4 6 8 10 12. അച്ഛന് ഉറപ്പുണ്ടാ? സജോച്ചന് ഉറപ്പുണ്ടാ? ഓക്കെ. ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചമ്മയോട് പറയണ്ട, അമ്മയെ പൊക്കെ, ഞാൻ നോക്കിക്കോളാം. ഞാൻ അതിൻ്റെ ഒരു പ്രശ്നം വേണം. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഇവിടെ ഇരിക്കണ മിക്ക പാരൻസും ജീവിക്കണത് മക്കൾക്ക് വേണ്ടിയിട്ടാ. പക്ഷേ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ എത്ര പേര് പൊക്കിയെന്നറിയോ? 10 15 താഴെ പാരൻസ് പൊക്കിയിട്ടുള്ളൂ. അത് ഉറപ്പില്ല. ഇതിങ്ങനെയാ, നോക്കിയിരിക്കും എന്ന് ഉറപ്പുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവർ ജീവിച്ചത് ഒരു കുടുംബത്തിലാണ്. അവരായിരുന്ന അവസ്ഥകളിലൊക്കെ മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തേ അവർക്ക് ഉറപ്പില്ലാണ്ട് പോയി ഇത്രയും പ്രായത്തിൽ? നിങ്ങൾ ഈ ലോകത്തിൽ ചിന്തിക്കേണ്ട കാര്യം അറിയോ, നിങ്ങൾ എത്രത്തോളം ഒരു മനുഷ്യനെ സ്നേഹിച്ചാലും നിങ്ങളുടെ നിർണായകമായൊരു നിമിഷത്തിൽ, നിങ്ങളെ പിടിച്ചു കുലുക്കുന്ന ഒരു സന്ദർഭത്തിൽ, ഒരു സങ്കടത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ചിലപ്പോൾ അവരുണ്ടായി എന്ന് വരില്ല. അതെപ്പോഴും ചിന്തിച്ചോളണം ജീവിതത്തിൽ കേട്ടോ. അപ്പം നമ്മൾ ഹാപ്പിയാവും കേട്ടോ, ഹാപ്പിയാവും. എന്നോട് പലരും ചോദിക്കും, ജിനോച്ചാ എന്തുകൊണ്ട് ഇത്രയും ഹാപ്പി ജീവിതത്തിൽ, എന്താ ഇത്രയും സന്തോഷം, എത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കണം? എന്തേ? ഒറ്റ റീസണുള്ളൂ. എനിക്കറിയാം, എനിക്കൊരു പ്രശ്നം വന്നാൽ ആരുണ്ടാവില്ല എന്ന് കേട്ടോ. എത്ര വലിയ സെലിബ്രിറ്റിയാണ്. ഇപ്പം നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അത്യാവശ്യം എല്ലാത്തിലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം ഫോളോവേഴ്സ് എനിക്കുണ്ട്. 10 ലക്ഷം. അച്ഛൻ ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ ചിലപ്പോൾ 2 മില്യൺ 3 മില്യൺ പീപ്പിൾസ് കാണും. അപ്പോൾ ആ കൊച്ചു ആങ്കർ വായിച്ച പ്രസംഗം ഒരു 2 മില്യൺ പീപ്പിൾസിലധികം കേട്ടൊരു പ്രസംഗമാണ്. കാരണം ഞാൻ പറയാം, ചിലപ്പോൾ ഒരു പ്രസംഗം ഇട്ടാൽ, ഇന്ന് ഞാനിപ്പോൾ ഒരു പ്രസംഗം ഇട്ടാൽ നാളെ വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 100K അല്ലെങ്കിൽ 2000K 3000 200K 300K ഒക്കെ ആൾക്കാർ കാണും. പക്ഷെ ഇവരൊക്കെ കാണുന്നവർ മാത്രം. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഇവരുണ്ടാവോ? ഇല്ല. ഒക്കെ ഫോളോവേഴ്സാണ്. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ആദ്യം കുറ്റം പറയാൻ പോണത് ആരായിരിക്കും? ഞങ്ങൾക്ക് അപ്പഴേ തോന്നിയതാ, ഞങ്ങൾക്ക് അപ്പോഴേ തോന്നിയ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അത്രേ ഉള്ളൂ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? കൂടെ സ്നേഹിക്കേണ്ടെന്നോ വിശ്വസിക്കേണ്ടെന്നോ അല്ലെങ്കിൽ കൊണ്ടു നടക്കേണ്ടെന്നോ അല്ല. അൾട്ടിമേറ്റായിട്ട് ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചോളാം, എനിക്ക് ആരേ ഉള്ളൂ? ഞാനേ ഉള്ളൂ.
അത് ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റിയണ്ടല്ലോ, നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്നേഹിക്കാൻ പറ്റിയണ്ടല്ലോ. അതുപോലെ നമുക്ക് എന്തോരം സങ്കടം വന്നാലും ഫേസ് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ കുഴപ്പമെന്നറിയോ, ഇന്നത്തെ യുവതിവാക്കളുടെ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ? ഇനി വിവാഹം കഴിഞ്ഞവരോട് ഞാൻ ഇങ്ങനെയല്ലട്ട പറയുക, കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയും. നിങ്ങളുണ്ടെന്ന് മാത്രം കരുതരുത്. വിവാഹിതരോട് ഞാൻ പറയും, ഒരു ഹസ്ബൻഡ് കൂടി ഉണ്ട്. ഞാനിപ്പോൾ ആരോടാ സംസാരിക്കുന്നത്? പറ, യൂത്തിനോടാ. എൻ്റെ മുമ്പിൽ ഈ അമ്മിച്ചൊക്കെ യൂത്താണ് കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എന്നെ കാണുന്നവരൊക്കെ യൂത്തായിട്ട് കണ്ടേക്കണേ. എൻ്റെ മുമ്പിൽ ആരും ഇവിടെ നരച്ചവരില്ല, മുഖം ചൊളിഞ്ഞവരില്ല. എൻ്റെ മുമ്പിൽ ഇപ്പം എല്ലാവരും യൂത്താ. ഞാൻ യൂത്തിനോടാണ് സംസാരിക്കുന്നത്, യൂത്തിനോടാണ് വർത്തമാനം പറയുന്നത്. വിവാഹിതരോടാകുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. അവരുടെ ബുദ്ധിമുട്ടുണ്ട് പറയാൻ. കാരണം നിങ്ങൾ ഒന്നാന്ന് പറഞ്ഞ് നമ്മുടെ സഭ നമുക്കായിട്ട് തന്നൊരു ജീവിത പങ്കാളിയുണ്ട്. അവിടെ ഒന്നാ ഭാര്യയും ഭർത്താവും കേട്ടോ. അപ്പോൾ അവിടെ അത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെയൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഞാനിത് സംസാരിക്കുന്ന യൂത്തിൻ്റെ അടുത്താണ്, കുഴപ്പമില്ലല്ലോ, അറിയോ? ഓക്കെ. അപ്പം അച്ഛൻ എന്താ പറഞ്ഞേ? ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക, ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. ഇന്നത്തെ യൂത്തിൻ്റെ കുഴപ്പമെന്നറിയോ? ഇന്നത്തെ യൂത്ത് കുറേയും ഇങ്ങനെ റോൾ മോഡൽസ് നോക്കുന്നവരാ. അപ്പുറത്തവൻ ചിരിച്ചാൽ ഞാൻ ചിരിക്കും, ഇപ്പുറത്തവൻ നോക്കിയാൽ ഞാൻ ചിരിക്കും. എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോല് മുഴുവൻ മറ്റൊരാളിൽ കൊണ്ടേ കൊടുത്തേക്ക അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രണയമാണ്. പ്രണയം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ക്രഷ്, പ്രണയം, ബെസ്റ്റി, എന്തൊട്ടൊക്കെ കേൾക്കേണ്ട കർത്താവ്, എന്തൊട്ടൊക്കെ ടൈമുകളാണെന്നറിയോ? പണ്ട് ഈ ബെസ്റ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തൊട്ടാണ്? ഫ്രണ്ടിന് കീഴെ അല്ല, ഫ്രണ്ടിന് മുകളിൽ ലവറിന് കീഴെ. ദാറ്റ്സ് ഗുഡ് കേട്ടോ. അപ്പം ലവറിന് കീഴെ ഫ്രണ്ടിന് മുകളിൽ, അതാണ് ബെസ്റ്റി. ഇത് എന്തൊട്ട് സാധനമൊന്നും ഇതുവരെ എനിക്കിത് മനസ്സിലായിട്ടില്ല കേട്ടോ. ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ട്, ലവറാണെങ്കിൽ ലവർ. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുട്ടികൾക്കും തെറ്റായ ബന്ധങ്ങളാ. ശരിയല്ലേ? ശരിയല്ലേ? ഞാനിവിടെ ഇരിക്കുന്ന കാരണന്മാരോട് സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇരിക്കുന്ന നന്നായി കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് തെറ്റായൊരു ബന്ധമുണ്ടെന്ന്, ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരുറപ്പില്ല, ഒരുറപ്പില്ല. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരിക്കലും പറഞ്ഞൊരു കാര്യം, വീഡിയോ ഉണ്ട് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് ഒരു പെങ്കൊച്ച്, കുറച്ച് നാളല്ല, ഒരു 2 വർഷം അടുത്തായി, ഒരു പെങ്കൊച്ച് എന്നെ ഫോൺ വിളിച്ചു. ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ എന്നെ ഫോൺ വിളിച്ച വഴി ഞാനിങ്ങനെ ധ്യാനപ്രസംഗമൊക്കെ കഴിഞ്ഞ് എൻ്റെ പള്ളിയിലേക്ക് പോകുന്ന നേരം കേട്ടോ, പള്ളിയിലേക്ക് പോകുന്ന നേരം. അപ്പോൾ ഒരു 9:30 മണിക്കാണ് എൻ്റെ കാറിൽ ഞാൻ കയറുന്നത്. കാറ് കയറിയ വഴി എനിക്ക് കോൾ വന്നു. ഞാൻ എടുത്ത വഴിക്ക് ഈ പെങ്കൊച്ചനോട് പറയാ, അച്ഛാ ഞാൻ ചാവാൻ പോവാ. അപ്പം ഞാൻ വണ്ടി ഓടിക്കാല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ നീ ആയതാ, പേര് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോൾക്ക് എന്താ പ്രശ്നം? അച്ഛാ ഞാൻ ചാവാൻ പോവാ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചെ നീ ഇപ്പം ചാവണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ചത്തോ, എനിക്ക് പ്രശ്നമില്ല, നീ ഇപ്പം ചാവല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല അച്ചോ ഞാൻ ചാവും. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? ഒറ്റ ഉത്തരം എന്നോട് പറഞ്ഞേ, അവൻ എന്നെ പറ്റിച്ചു. ഞാൻ എടുത്ത വഴിക്ക് അവരോട് ചോദിച്ചു, എൻ്റെ പൊന്നുമോളെ നിന്റെ ലൈഫ് ഒരാൾ പറ്റിച്ച നീ എന്തിനാ അവസാനിപ്പിക്കണേ? അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിയത്, മറ്റൊരാളെ എന്നെ പറ്റിച്ചതില്ല, അവൻ്റെ കുഴപ്പ. അവൻ എന്നെ പറ്റിച്ചതുകൊണ്ട് ആരെ സൂയിസൈഡ് ചെയ്യണേ? ഈ പെൺകൊച്ചു സൂയിസൈഡ് ചെയ്യണു. നമ്മുടെ കാലഘട്ടത്തിൽ നിങ്ങൾ കാണുന്നൊരു കാഴ്ചയാ, ഒരാൾ നമ്മളെ പറ്റിച്ചാൽ നമ്മൾ സൂയിസൈഡ് ചെയ്യും. അയാളെ തെറ്റ് ചെയ്തേ, പക്ഷെ സൂയിസൈഡ് ചെയ്യുന്നതാരാ? നമ്മൾ. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ 3 ദിവസത്തെ ധ്യാനത്തിൻ്റെ ഇടയിൽ അച്ഛൻ പറയാ, തുടക്കത്തിൽ തന്നെ, അച്ഛാ ഇവിടെ ആത്മഹത്യ കേസുകൾ കൂടുതലാ. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് യൂത്താ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പ്രായം എന്ന് പറയുന്നത് യൂത്തിൻ്റെ പ്രായ. ശരിയല്ലേ? മയക്കുമരുന്ന്, പ്രണയം, തെറ്റായ ബന്ധങ്ങൾ, എന്തുട്ടൊക്കെയാ, കുറേ കാര്യങ്ങളാണ് യൂത്തിൻ്റെ ഇടയിൽ. പോട്ടെ, ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം. ഈ പെങ്കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നുമോളെ എന്തിനാ നീ ചെയ്യണേ? അവൻ എന്നെ പറ്റിച്ചു. അപ്പം എനിക്കാണെങ്കിൽ ഇത് മുഴുവൻ കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല. ഒന്നാമത് അച്ഛൻ വണ്ടി ഓടിക്കുന്നു, എനിക്ക് വണ്ടി ഓടിച്ചു, രാത്രി ആയതുകൊണ്ട് ഇച്ചിരി ഉറക്കക്ഷീണമുണ്ട്. അപ്പം അങ്ങനെ സംസാരിക്കാനെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തേ. പക്ഷേ ഈ പ്രണയ കേസ് ആയതുകൊണ്ട് എനിക്ക് കേൾക്കാനും വലിയ ഇഷ്ടമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചെ, അച്ഛനിപ്പോൾ വണ്ടി ഓടിക്കുക, മോൾ എന്തു പറഞ്ഞാലും അച്ഛനിപ്പോൾ അത് കേൾക്കാൻ പറ്റത്തില്ല. അച്ഛൻ നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് മോള് വിളിക്കി. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ലച്ചോ എനിക്ക് അച്ഛനോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും.
ഞാൻ പറഞ്ഞു പൊന്നു കൊച്ചെ, അച്ഛൻ വണ്ടി ഓടിക്കുക, അച്ഛൻ അധികം നേരം സംസാരിക്കാൻ പറ്റത്തില്ല. അവൾ പറഞ്ഞു അച്ഛനൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണിക്ക്, പറയ്. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അച്ഛോ ഞങ്ങൾ 8 വർഷമായി സ്നേഹിക്കണു, 8 വർഷമായി സ്നേഹിക്കണു, 8 വർഷം സ്നേഹിച്ചതച്ചോ. വീട്ടുകാരൊക്കെ മനസ്സിലാക്കി എല്ലാവരും കൂടി സമ്മതിച്ച് ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് ഡേറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഇപ്പം അവൻ എന്നെ വേണ്ട. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് പറഞ്ഞു പൊട്ടടി മോളെ വിട്ട് കളയടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. ഞാൻ വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അവൾ പറഞ്ഞു ഇല്ല അച്ചോ, ഇല്ല, ദൈവം തരില്ല അച്ചോ, എന്തോരം പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ദൈവം തരില്ല. എത്രത്തോളം ദൈവത്തെ വിളിക്കാമോ അത്രത്തോളം ഞാൻ വിളിച്ചോച്ചോ, ദൈവം തരില്ല. ഞാൻ അപ്പോഴും പറഞ്ഞു പോട്ടടി മോളെ വിട്ട് കളയടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ല അച്ചോ, ഞാൻ പോകാത്ത പള്ളികളില്ല, പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ ദിവസവും പോയിരിക്കും, കരച്ചിലച്ചോ, മടുത്തു വച്ചോ ജീവിതം, എന്തോരാ പ്രാർത്ഥിക്കണേച്ചോ, എന്നിട്ട് എന്ത് വെച്ചോ അവൻ എനിക്ക് തരാത്ത. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ വിട്ട് കളയടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ല അച്ചോ, ഇല്ല, എൻ്റെ ജീവിതം നരകാണച്ചോ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, കണ്ണടയ്ക്കുമ്പോൾ അവൻ്റെ മുഖം തന്നെ, ഞാൻ എന്തിനച്ചോ ജീവിക്കണേ, മരിച്ചാൽ പോരെ അച്ചോ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ വിട്ട് കളയടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ല അച്ചോ, ഇല്ല, ദൈവം തരില്ല അച്ചോ. ഞാൻ കരഞ്ഞ് മടുത്തു വെച്ചോ, ജീവിതം എനിക്ക് വെറുത്തു തുടങ്ങി വെച്ചോ. എന്തിനാച്ചോ 8 വർഷം അവൻ എന്നെ സ്നേഹിച്ചേ, എന്തിനാച്ചോ അവൻ എൻ്റെ കൂടെ നടന്നേ, എന്തിനാച്ചോ അവൻ എന്നെ പറ്റിക്കണേ. ഞാൻ അപ്പോഴും പറഞ്ഞു പോട്ടടി മോളെ വിട്ട് കളയടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. 9:30 മണി തുടങ്ങി 11:30 മണി വരെ ഈ സാധനത്തിൻ്റെ അടുത്ത് ഞാൻ ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ, പോട്ടടി മോളെ വിട്ട് കളയടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. 11:30 മണിക്ക് എൻ്റെ പള്ളി ചെന്നപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു പൊന്നു മോളെ നിന്റെ തീരുമാനം തൊട്ടാ. അപ്പോൾ അവൾ പറയാ ഞാൻ ചാവാൻ പോവാ. 2 മണിക്കൂർ നിന്ന് പറഞ്ഞു കൊടുത്തതാ ഞാൻ ചാവാൻ പോവാ. ഞാനപ്പോൾ പറഞ്ഞു ഫോൺ വെക്കി, പോയി ചത്തോ. പിറ്റേ ദിവസം ഫോൺ വെച്ചുട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ കേൾക്കുന്ന വാർത്ത ഉണ്ടെന്നറിയോ, ഇവള് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അതിരാവിലെ ഒരു പഴയ വീട്ടിലാണ് താമസിക്കുന്ന, അമ്മ മാത്രമേ ഉള്ളൂ ഈ കൊച്ചിന്. ഈ കൊച്ച് സ്വന്തം മുറിയുടെ ഫാനിൽ ഒരു കൊക്കിട്ട് അങ്ങോട്ട് തൂങ്ങി. നിങ്ങൾ ചിന്തിക്കണം, ഇത്രത്തോളം പറഞ്ഞു കൊടുത്തിട്ട് ഈ കൊച്ചിൻ്റെ തല കയറിയിട്ടില്ല. നിങ്ങൾ ഓർക്കണം, അത് ഒരു ഹുക്കിലിട്ട് അങ്ങോട്ട് തൂങ്ങിക്കഴിഞ്ഞ് മേശയുടെ മുകളിൽ നിന്നിട്ട് തൂങ്ങണേ. മേശ മരണ ശബ്ദം കേട്ടപ്പോൾ അമ്മ ഓടിച്ചു നോക്കിയപ്പോൾ നമ്മുടെ പണ്ടത്തെ വീടിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഈ വാതിൻ്റെ മുകളിൽ ചെറിയൊരു ആർച്ച് പോലത്തെ ഉണ്ടാവും, അത് അടക്കില്ല ആൾക്കാർ, അതിങ്ങനെ കിടക്കും. അപ്പം അമ്മ നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചിങ്ങനെ തൂങ്ങി കിടക്കുക. അമ്മ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി കൊച്ചിൻ്റെ കാൽക്കൽ പിടിച്ചു. കാരണം അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് കൊച്ചിനെ പൊക്കിയെടുക്കാൻ പറ്റണില്ല. അമ്മ ഇങ്ങനെ വട്ടം പിടിച്ചു, കൊച്ചിൻ്റെ ബോധം പറഞ്ഞു, കൊച്ചിനൊന്നും ചെയ്യാനും പറ്റണില്ല. അവസാനം അമ്മ കാറിക്കൂകി അയൽവക്കക്കാരെയും നാട്ടുകാരെയും വീട്ടുകാരെ ഒക്കെ വിളിച്ചു കൂട്ടി എല്ലാവരും കൂടി വന്ന് കൊച്ചിനെ പൊക്കിയെടുത്തുകൊണ്ട് ആശുപത്രി പോയി. ആശുപത്രി ചെന്ന് നിങ്ങൾക്കറിയാം കൊച്ചിൻ്റെ ബോധം പറഞ്ഞേക്കാ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്, കഴുത്തിൽ പാടുണ്ട്. ചെന്നവരൊക്കെ പറഞ്ഞു സൂയിസൈഡാണ് കേസ് എന്ന് പറഞ്ഞു. ചെന്ന വഴിക്ക് കണ്ട വഴിക്ക് ഡോക്ടർ ചികിത്സ തുടക്കണതിന് മുമ്പ് പറഞ്ഞു ഒറ്റ കാര്യം പറഞ്ഞോളൂ, എന്തെടുക്കും? കേസെടുക്കും. കേട്ടോ, കേസെടുക്കും ആത്മഹത്യ ശ്രമം. ഈ കൊച്ചിനെ കേസെടുത്താൽ ഏറ്റവും ആദ്യം പരിശോധിക്കാൻ പോകണം എന്തായിരിക്കും? ഈ കൊച്ചിൻ്റെ ഫോൺ. ഈ കൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചാരാ? ഞാൻ. നിങ്ങൾ കിളിക്കണ മനുഷ്യൻ്റെ ചങ്ക് പൊടിഞ്ഞ ദിവസമാണെന്ന് കേട്ടോ. നിങ്ങൾ കിളിക്കണ മനുഷ്യന് ആദ്യമായിട്ട് മനുഷ്യൻ വേർത്ത് കരഞ്ഞു പോയ ദിവസം ദൈവത്തെ എങ്ങനെയൊക്കെ വിളിച്ചെന്ന് അറിയാൻ പാടില്ല. അന്നത്തെ ദിവസം എനിക്കൊരു കോള് വന്നത് രാവിലെ. അങ്ങനെയാണ് ഞാൻ ഈ സംഭവമൊക്കെ അറിയണേ. എനിക്ക് രാവിലെ ഒരു കോള് വരാ. എൻ്റെ ഫോണിൽ ട്രൂ കോളർ ഇട്ടിട്ടുണ്ട്. എനിക്ക് കോള് വന്നു. കോൾ വന്നപ്പോൾ ഒരു പോലീസുകാരനെ വിളിക്കണേ. ട്രൂ കോളർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ വളരെ സ്നേഹത്തോടെ ആയിട്ട് ആ മനുഷ്യനോട് സംസാരിക്കണേ, വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും. എന്നോട് വിളിച്ചു വെച്ചു, ആരാടാ നീ? അപ്പം ഞാൻ പറഞ്ഞു ജിനുവച്ചൻ. അവനോട് ചോദിച്ചു, ഏത് കിനുവച്ചൻ? ഞാൻ പറഞ്ഞു ഈ പ്രസംഗിക്കാനും ധ്യാനിപ്പിക്കാനൊക്കെ പോകണം ജിനുവച്ചൻ. അച്ഛനൊന്നിട്ട് ഈ രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു പൊന്നു സാറേ ചാവണമെന്ന് പറഞ്ഞ് വിളിച്ചതാ. ചാവണമെന്ന് പറയാൻ 2 മണിക്കൂറോ? ഞാൻ പറഞ്ഞു സാറേ അതിൻ്റെ അവസ്ഥകൾ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അത്രയും നേരെടുത്തേ. അതിനോട് എന്തോരം പറഞ്ഞിട്ടും കേൾക്കണ്ടായില്ല. പുള്ളി പറഞ്ഞു അച്ഛനോട് ആ പെങ്കൊച്ച് അവസാനമായിട്ട് സംസാരിച്ചിക്കണേ, അച്ഛൻ ഇവിടെ വരണം.
ഞാൻ പറഞ്ഞു പൊന്നു സാറേ ഞാൻ വരത്തില്ല, എനിക്ക് ധ്യാനമുണ്ട്, ധ്യാനത്തിന് പോകണം. പുള്ളി പറഞ്ഞു അച്ഛാ അച്ഛനോടാ സംസാരിച്ചിക്കണേ, അച്ഛൻ ഇവിടെ വരണം. ഞാൻ പറഞ്ഞു സാറേ ഞാൻ വരത്തില്ല, എനിക്ക് ധ്യാനത്തിന് പോകണം. അച്ഛാ പോലീസാ വിളിക്കണേ, വരണം. ഞാൻ പറഞ്ഞു സാറേ ആര് വിളിച്ചിട്ടും കാര്യമില്ല, ഞാൻ വരില്ല, ധ്യാനത്തിന് പോകണം. പുള്ളി അവസാനം എന്നെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചു, അച്ഛാ ഞങ്ങൾ വോയിസ് റെക്കോർഡ് മുഴുവൻ പരിശോധിക്കൂട്ടാ, എന്നെ കൊടുക്കാൻ വേണ്ടിയാ. വോയിസ് റെക്കോർഡ് പരിശോധിക്കുന്നു ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ ഒറ്റ ഡയലോഗാ പറഞ്ഞിട്ടുള്ളൂ, പോട്ടടി മോളെ പോട്ടടി മോളെ, വിട്ട് കളയടി വിട്ട് കളയടി, പ്രാർത്ഥിക്കടി പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. സാധാരണ നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ ഫോൺ വിളിച്ചാൽ ഇങ്ങനത്തെ ഒക്കെ ഒരു കേസാണെങ്കിൽ ഞാൻ പറയാൻ പോണ ഡയലോഗ് എന്ന് പറയാം, മോളെ വിഷമിക്കില്ലടി, അച്ഛനില്ലടി നിനക്ക് എന്നൊക്കെ പറഞ്ഞ ടീമാ. പക്ഷെ അന്ന് ഒടുക്കത്തെ ടെൻഷനിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഇതൊന്നും പറഞ്ഞില്ല. സാധാരണ ഞാനിതൊക്കെ പറയും, എന്താണ് ആ പെങ്കൊച്ചൊന്ന് ആശ്വസിച്ചോട്ടെ എന്ന് വെച്ചോണ്ട് അച്ഛനില്ലടി നിനക്ക്, അച്ഛൻ നോക്കിക്കോളാടി, പേടിക്കണ്ടടി എന്നൊക്കെ പറഞ്ഞ ടീമാ. പക്ഷെ അന്ന് എന്തോ കുരുത്തത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഈ ഡയലോഗും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പോട്ടടി മോളെ വിട്ട് കളയടി, പ്രാർത്ഥിക്കടി പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. പുള്ളിക്കാരൻ പറഞ്ഞു അച്ഛാ ഞങ്ങൾ വോയിസ് റെക്കോർഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചോ എന്നിട്ട് വിളിച്ചാൽ മതി. ഈ പുള്ളി ഫോൺ വെച്ചു. 2 മണിക്കൂറിന് ശേഷം ഈ പോലീസുകാരെന്നെ വിളിച്ചു വഴി ആദ്യം പറഞ്ഞത് ഒറ്റ വാക്കാട്ടോ, സോറി അച്ഛാ, സോറി കേട്ടോ അച്ഛാ ഞാൻ അങ്ങനെ സംസാരിച്ചത്. അച്ഛനെ ഇപ്പോഴാണ് ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് തപ്പി നോക്കണേ, അപ്പോഴാണ് അച്ഛൻ്റെ റീൽസും അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കണേ. അച്ഛാ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് അച്ഛന് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ അച്ഛാ. പക്ഷേ അച്ഛാ കുറേ നേരം ഈ പെൺകൊച്ചിനെ കുറിച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പോലീസുകാരൻ എന്നോട് അവസാനം പറഞ്ഞ ഡയലോഗ് എന്നറിയോ, അച്ഛാ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു പറയൂ സാറേ. സാറ് പറഞ്ഞ ഡയലോഗ് എന്നറിയോ, അച്ഛൻ ഞാൻ വെറുതെ പറയുന്നില്ല ഏട്ടാ, അച്ഛൻ സൂക്ഷിക്കണോട്ടാ, അച്ഛൻ സൂക്ഷിക്കണമെന്ന് എന്നോട്. ശരിയല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കാ, അച്ഛാ അവസാനമായിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനോട് സംസാരിച്ചിട്ട് എനിക്ക് ചാവണം. അവൻ്റെ മെസ്സേജ് കണ്ട വഴി ഞാൻ അപ്പം തന്നെ അവനെ ബ്ലോക്കാക്കി. എടവേ അവൻ എന്നോട് മെസ്സേജ് അയച്ചിട്ട് പോയി ചത്ത ഞാൻ പോണ്ട പിന്നാലെ. നിങ്ങൾ ചിരിക്കണത് തമാശയല്ല, മനുഷ്യന്റെ സങ്കടമാണ്. മനുഷ്യൻ ഫോൺ എടുക്കണില്ല, ഇപ്പോ പേടിച്ചിട്ടാണ് ഫോൺ എടുക്കാത്ത. സത്യം പറഞ്ഞ പെങ്കൊച്ചങ്ങൾ ചിലപ്പോൾ വിളിക്കണുണ്ടാലും എനിക്ക് പേടിയാ. ദൈവമേ അടുത്ത കേസ് വന്നിട്ടുണ്ട്, ദൈവമേ ഇത് എവിടേക്കാ പോണേ, പേടിച്ചിട്ടാണ് ഫോൺ എടുക്കാത്ത. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ മനുഷ്യരെന്ത് ഇങ്ങനെ. കുറച്ച് നാൾ മുമ്പ് UK ഒരു പെങ്കൊച്ച് എനിക്ക് സ്ഥിരം മെസ്സേജ് ചെയ്യുക, അച്ഛനോട് മിണ്ടണം, ഇൻസ്റ്റഗ്രാമിലെ അച്ഛനോട് മിണ്ടണം, എല്ലാ ദിവസവും അച്ഛനോട് മിണ്ടണം. ദൈവമേ മിണ്ടിയേക്കാലോ എന്ന് വിചാരിച്ച് ഇത്രയും തീക്ഷ്ണതയോടെ സംസാരിക്കുന്നതല്ലെന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇതിന് മാനസികമായിട്ട് ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു പൊന്നു കൊച്ചെ തൊട്ടടുത്തുള്ള പള്ളിയിലോ എവിടെയെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോടി മോളെ എന്ന് പറഞ്ഞു വിട്ടതാ. പറയുന്നതൊക്കെ അനുസരിച്ചിട്ടാ ഫോൺ വെച്ചു, അല്ല ഇൻസ്റ്റഗ്രാമിൽ കോൾ വെച്ചു. പിറ്റേ ദിവസം എനിക്ക് പിന്നെയും മെസ്സേജ് അയച്ചേക്കാ, അച്ഛനോട് മിണ്ടണം. ഞാനാണെങ്കിൽ മിണ്ടാനും പോയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ഒരു മെസ്സേജ് വന്നു, അച്ഛൻ എൻ്റെ ഫോൺ എടുത്തില്ലെങ്കിൽ, അച്ഛൻ എൻ്റെ മെസ്സേജ് വായിച്ചില്ലെങ്കിൽ ഞാൻ പോയി തൂങ്ങിച്ചാവും, പേര് അച്ഛൻ എഴുതി വയ്ക്കുമെന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇന്നത്തെ കാലഘട്ടത്തിൽ പേടിയാ ചിലരോട് സംസാരിക്കാൻ. നിങ്ങൾ നാളെ ഈ പെങ്കൊച്ച് തൂങ്ങിച്ചത്ത അവളുടെ മെസ്സേജ്, അവസാനത്തെ മെസ്സേജ് കിടക്കുന്നത് ജിനുവച്ചൻ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാ, അവസാനം എവിടെയെങ്കിലും തൂങ്ങണ്ടേ? നിങ്ങളില്ല ലോകത്ത് ജീവിക്കുന്നറിയോ, ഇത്രയും അപകടം പിടിച്ചൊരു സാഹചര്യത്തിലൂടെ ഇന്നത്തെ യൂത്ത് പോണേ. ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ കൈമുറിക്കും, അല്ലെങ്കിൽ കഴുത്ത് മുറിക്കും, തൂങ്ങിച്ചാവും, തീർന്നു, ലൈഫ് തീർന്നു, മതി, ഡിപ്രഷൻ. അല്ലേ? ഇന്നത്തെ പിള്ളേരുടെ അവസ്ഥ ചിന്തിച്ചുണ്ടോ? എത്രയോ കുട്ടികൾക്കാണെന്നറിയോ ഡിപ്രഷൻ, വിഷാദരോഗം. ഇതിങ്ങനെ ഇരിക്കും. എന്തിനാടാ നീ കരയണേ? എന്താ പറ്റിയടാ? എന്താ കാര്യം? നീ എന്തിനാ പിന്നെ കരയണേ? നോ ഐഡിയ അറ്റ് ഓൾ. അച്ഛൻ ഞാൻ പറയില്ലേ, ഒത്തിരി പിള്ളേരെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒത്തിരി യൂത്തിൻ്റെ ഇടയിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും ഇന്നത്തെ പിള്ളേരെ കണ്ടിട്ട് ഏറ്റവും വലിയൊരു വിപത്തിലേക്ക് നമ്മുടെ പിള്ളേർ പോയിക്കൊണ്ടിരിക്കണേ. അവർക്കറിയാൻ പാടില്ല അവരെന്തിനൊക്കെ അറിയണേന്ന്, അവർക്കറിയാൻ പാടില്ല അവരെന്തിന് ഇത്രയും വിഷമിക്കണേന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്നെ കാണുന്ന യൂത്തിനോട് പറയും, മക്കളെ നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ തന്നെ വെക്കി,
മറ്റൊരാളെ കൊണ്ടുപോയി കൊടുക്കല്ലേ. നിങ്ങൾ ഹാപ്പി ആവാൻ നോക്ക്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിക്ക്. തെറ്റായ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശരീരത്തെയോ ജീവിതത്തെയോ കൊടുക്കല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, സ്വന്തം ശരീരത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി തെറ്റായ കാര്യങ്ങളിലേക്ക് സ്വന്തം ശരീരത്തെ കൊടുക്കോ? ഒരു തെറ്റായ ബന്ധത്തിൽ ഒരു വീഡിയോ കോൾ വരാ, എടിയേ ആ കോളില് നിന്റെ ശരീരം ഒന്ന് കാണിക്കില്ല. കാരണം സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, സ്വന്തം ജീവനെ ബഹുമാനിക്കുന്നവനാണെങ്കിൽ കാണിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ യൂത്തിനോട് എപ്പോഴും പറയാറ്, സ്വന്തം ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കണം ഭയങ്കരമായിട്ട്. സ്വന്തം തീരുമാനങ്ങൾക്ക്, സ്വന്തം ജീവിതത്തിൻ്റെ എയിമിന് ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കാൻ പറ്റണം. അപ്പോഴാണ് നിങ്ങളുടെ യൂത്ത് എന്ന ജീവിതത്തിൻ്റെ മേഖല, ആ പ്രായം ഏറ്റവും സന്തോഷത്തോടെ പോകത്തുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കുഴപ്പമെന്നറിയോ, നമ്മുടെ സന്തോഷം കൊണ്ടുപോയി വേറെ ആൾ കൊടുത്തേക്കാ. പ്രണയം, ഭയങ്കര പ്രണയം. ഞാൻ ഇന്ന് ഓർക്കും, നിങ്ങൾ ഈ കൊച്ചു കുട്ടികൾക്ക് പ്രണയമില്ലാന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഇഷ്ടം പോലെ കേസുകളുണ്ട് പ്രണയത്തിൻ്റെ. എന്തോരം കുറച്ച് നാളും ഇൻസ്റ്റഗ്രാമിൽ ഒരു ചെറുക്കൻ എനിക്ക് മെസ്സേജ് അയച്ചേക്കാ, അച്ഛാ അച്ഛനോട് എനിക്ക് മിണ്ടണം. ഞാൻ പറഞ്ഞു എന്തടാ? എനിക്ക് മിണ്ടണം. ഞാൻ ചോദിച്ചു എന്തേ? ഞാൻ ചാവാൻ പോവാ. ഞാൻ ചോദിച്ചു എന്തിനു നീ ചാവണേ? ഇന്നത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകത, ഒരു മെസ്സേജ് അയച്ചാൽ അപ്പുറത്തെ അടുത്ത മെസ്സേജിന് പറയാ ചാവാൻ പോവാ. പേടിച്ചിട്ടാ മിണ്ടണേ. ഞാൻ ചോദിച്ചു നീ എന്തിനാ ചാവണേ? എനിക്ക് ചത്തേ പറ്റൂ, എനിക്ക് ജീവിക്കണ്ട. ഞാൻ ചോദിച്ചു എന്തേ പ്രശ്നം എന്തേ? അവസാനം മിണ്ടണില്ല കേട്ടാ, ചോദിച്ചിട്ട് മിണ്ടണില്ല. ഞാൻ അവനെ കാമാൻ കൊയിറ്റാക്കാൻ വേണ്ടി ചോദിച്ചു, എടാ നീ ജോലി ചെയ്യണോ? അല്ല പഠിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ വിചാരം തൊട്ടില്ല MSW MBA ഒക്കെ ചെയ്യുന്ന ചെക്കനായിരിക്കുന്ന. ഞാൻ ചോദിച്ചില്ല MSW MBA ഒക്കെ ചെയ്യുന്ന ചെക്കനാണോ? അല്ല. പിന്നെ എന്നിട്ടാണ് നീ പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. അവൻ്റെ ഒരു 8ാം ക്ലാസ്. ഞാൻ ചോദിച്ചു 8ാം ക്ലാസ്സിൽ പഠിക്കണം, നിനക്ക് എന്നടാ ചാവാൻ മാത്രം ഇത്ര പ്രശ്നം? അവൻ അപ്പാത്തവനോട് പറയാ അത്. ഞാൻ ചോദിച്ചു ഏത്? അല്ല അത്. ഞാൻ ചോദിച്ചു ഏത്? അവസാനം പറഞ്ഞു വന്നപ്പം തൊട്ടാ, അച്ഛാ എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാ. 8ാം ക്ലാസ്സിൽ പഠിക്കണവനെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 8ാം ക്ലാസ്സിൽ പഠിക്കണവൻ പൂത്തൊലിഞ്ഞു നിൽക്കാ. ഞാൻ ചോദിച്ചു അവളെത്രയിലടാ? അവൾ 6ാം ക്ലാസ്സിൽ. ഇപ്പം എന്താ പ്രശ്നം? അച്ഛാ അവൾക്ക് എത്ര മെസ്സേജ് അയച്ചാലും ബ്ലൂടിക്ക് ഒക്കെ കണ്ടാലും അവൾ തിരിച്ചു മിണ്ടണില്ല. അതാണ് പ്രശ്നം. തിരിച്ചു മിണ്ടണില്ല, അതാണ് പ്രശ്നം. അവസാനം ഞാൻ പറഞ്ഞു പൊന്നു മോനെ, ചെറിയ പ്രായലടാ, വലുതാകുമ്പോൾ നമുക്ക് വേറെ നോക്കാം, മോനെപ്പോൾ വിട്. അല്ലാണ്ട് ഈ പിള്ളേരോടൊക്കെ എന്ത് പറയാന്? സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പ എന്നെ ബ്ലോക്കാക്കി പോവും. ശരിയല്ലേ? ഞാൻ പറഞ്ഞു പൊന്നു മോനെ, വലുതാകുമ്പോൾ നമുക്ക് വേറെ നോക്കാം, പ്രായപൂർത്തിയാവട്ടെ, മോനിപ്പോൾ പഠിക്ക്. അത് വേണ്ട അച്ഛൻ, എനിക്ക് അവളെ തന്നെ മതി. അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു ദിവസം പോലും അവളില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ല. അവസാനം ഞാൻ എന്തോരം പറഞ്ഞിട്ട് ഈ സാധനത്തിന് തല കയറണില്ല കേട്ടോ. ഞാൻ അവസാനം പറഞ്ഞു പൊന്നു മോനെ, അച്ഛന് സമയമായി, അച്ഛൻ പോക്കോട്ടെ. അപ്പം എന്നോട് അച്ഛൻ എനിക്കൊരു പ്രാർത്ഥന സഹായം. ജീവിതത്തിൽ ഒരു കൊച്ചറക്കനൊക്കെ പ്രാർത്ഥന സഹായം ചോദിക്കുന്നല്ലേ, എന്തൊക്കെയാലും കേട്ടേക്കാം. മോനും തൊട്ട പ്രാർത്ഥന സഹായം വേണ്ടേ? ഈ മുതൽ എന്നോട് ചോദിച്ച പ്രാർത്ഥന സഹായം തൊട്ടെന്നറിയോ, ലോകത്ത് ഒരാളെന്നോട് ചോദിക്കാത്തൊരു പ്രാർത്ഥന സഹായ. അവൻ എന്നോട് ചോദിച്ച പ്രാർത്ഥന സഹായം തൊട്ടെന്നറിയോ, അച്ഛാ അവളെ വളയ്ക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞുതരാമോ? ഞാൻ എന്താടാ ഈ ബ്രോക്കറോ? ഇന്നത്തെ പിള്ളേരുടെ പ്രാർത്ഥനയാണ് അവളെ വളയ്ക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാൻ. ഞാൻ എന്തൊക്കെ ചെയ്യണം? ഞാൻ എന്തിനാ മക്കളോട് സംസാരിച്ചെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന പ്രായമാരോടാണെങ്കിലും എനിക്ക് നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കാൻ, ദൈവം തന്ന ഈ ജീവനെ സ്നേഹിക്കാൻ. കാരണം നിങ്ങളുടെ ശരീരത്തിന് റെസ്പെക്റ്റ് കൊടുക്കണം, സ്നേഹിക്കണം. സ്വന്തമായിട്ടൊരു റെസ്പെക്റ്റ് കൊടുക്കണം സ്വന്തം ശരീരത്തിന്. അപ്പോഴാ നിങ്ങൾക്ക് കൂടെയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും പറ്റത്തുള്ളൂ. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നറിയോ, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചേക്കണേ. കാരണം ദൈവത്തിൻ്റെ മുഖമാണ് നമ്മുടെ മുഖത്തിന്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ശരീരമാണ്. ശരിയല്ലേ? അതെ. ആ ശരീരവും മുഖവും തമ്പുരാൻ തന്നറിയോ, സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ സ്വന്തം ശരീരത്തെ. പക്ഷെ ഇന്ന് ഇഷ്ടമാണോ? അല്ല. കണ്ണാടി പോയിട്ട് പലരും പറയും എൻ്റെ പൊന്നോ കാണാൻ ഭംഗിയില്ല, കറുത്തിരിക്കണേ, കണ്ണ് കുഴിഞ്ഞു പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളതല്ലേ തരാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കണ്ണ് കുഴിഞ്ഞു പോയിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചിലരൊക്കെ ഭയങ്കര നെഗറ്റീവാന്നേ, സ്വന്തം ശരീരത്തോട് കറുത്തുപോയി, വലിയ പൊക്കമില്ല, പൊക്കം കുറവാ, ഒടുക്കത്തെ വണ്ണമാ, എന്തോരം തിന്നാലും വണ്ണം വെക്കണില്ല. ഞാൻ ഇതൊക്കെ എന്തിനാ ചിന്തിക്കണേ? ഇപ്പം എനിക്ക് പെട്ടത്തില്ല, പക്ഷെ എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ? അല്ലേ? വലിയമ്മയ്ക്ക് എന്നെ ഇഷ്ടമായോ?
ഇഷ്ടായോ? എന്നാ കുഴപ്പമില്ല, ഐ ലവ് യു കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. ഞാൻ പറയുന്നതറിയോ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നമുക്കെല്ലാവരുടെയും ഇപ്പം എൻ്റെ തലയിൽ മുടിയില്ല. എനിക്കൊന്നൊരു സങ്കടമായിരുന്നില്ല പണ്ട്. അയ്യോ മുടിയില്ലല്ലോ കർത്താവ്, രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഞങ്ങൾ ഈ കല്യാണം കഴിക്കാത്ത അച്ഛന്മാരാ കേട്ടോ. കല്യാണം കഴിക്കാൻ നിങ്ങളുടെ അച്ഛന്മാരെ കഴിക്കില്ലേ? ഓ ഭാഗ്യവാന്മാർ കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കാത്ത അച്ഛന്മാരാ, ഞങ്ങൾക്കും ഭാഗ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മളിങ്ങനെ നമുക്ക് ആകെയുള്ളത് ഈ മുടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കും. അപ്പോൾ എനിക്കിത് സർജറി കഴിഞ്ഞ് പോയതാണ് കേട്ടോ. സർജറി കഴിഞ്ഞപ്പോൾ പോയതാ. എന്തെങ്കിലും ആവട്ടെ. അപ്പം നിങ്ങൾ ചിന്തിക്കണം, നമുക്കൊക്കെ ഒത്തിരി കുറവുകളുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി ഭയങ്കരമായിട്ട്. മുടിയില്ലെങ്കിൽ മുടി ഉള്ളതുപോലെ, അല്ലെങ്കിൽ മുടി ഉള്ളതുപോലെ ഇല്ല, മുടിയില്ലാണ്ട് എന്നെ സ്നേഹിക്കണവര് സ്നേഹിച്ചാൽ മതിന്ന്. എന്തിനിപ്പാ അല്ലേ? മുടി വേണോ ജീവിക്കാൻ? വേണ്ട. നിങ്ങൾ കറുത്തായിരുന്നു ജീവിക്കാൻ പറ്റില്ലേ? പറ്റും. മണ്ണുണ്ടായി ജീവിക്കാൻ പറ്റില്ലേ? പറ്റും. ഈർക്കിളി പോലെ ഒന്ന് ജീവിക്കാൻ പറ്റില്ലേ? പറ്റും. എന്തിനാന്നേ? എല്ലാ ശരീരവും എല്ലാ ജീവനും എല്ലാ കാര്യങ്ങളും നല്ലതാ ദൈവം തന്നത്. അതിനെ സംരക്ഷിക്കുക, സ്നേഹിക്കുക, കൊണ്ടുനടക്കുക. കേട്ടോ കേട്ടോ. ബൈബിളിൽ സുന്ദരമായൊരു വചനമുണ്ട്, ചെവിയുള്ളവൻ കേൾക്കുക. കർത്താവിന് അറിയാം അന്നത്തെ കാലത്ത് എല്ലാത്തിനും ചെവി ഉണ്ടായിരുന്നെന്ന്. കർത്താവ് ആരെങ്കിലും ചെവിയിലാണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ കർത്താവ് ഇങ്ങനെ പറഞ്ഞേ? എന്തോരം പറഞ്ഞാലും കയറാത്ത ചില ജന്മങ്ങൾ അന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ കൂട്ടത്തിനെ കുറിച്ച് കേട്ടോ. ഞാൻ പറഞ്ഞറിയോ, ചെവി ഉണ്ടാവട്ടെ. നിങ്ങളെ സ്നേഹിക്കും ഭയങ്കരമായിട്ട്, ഇഷ്ടപ്പെട്. ഞാൻ ഇടയ്ക്ക് എൻ്റെ കണ്ണാടി പോയിട്ട് പറയും, ജിനു ഇത്തിരി ഭംഗിയോ നിന്നെ കാണാൻ. ഇടയ്ക്ക് വേറെ ആരും പറയാനില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ പറയും, ഇതൊരു സുന്ദരനാ നീ, നിന്റെ ചിരി കണ്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോട്ടോ, ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ഞാൻ നോക്കി ഞാൻ തന്നെ ചിരിക്കും കേട്ടോ. ഇതൊക്കെ ഇടവഴി നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇഷ്ടപ്പെടാൻ പഠിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഇഷ്ടപ്പെടും, നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കും വരാറുണ്ട് ഈ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ, ഞാൻ മനുഷ്യനിലിടവേ ഇരുമ്പൊന്നുമല്ലല്ലോ ഒരു സങ്കടം കേട്ടാൽ വിഷമിക്കാതിരിക്കാൻ. ഞാൻ സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? സങ്കടം വരുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പേജിൽ പോയി എൻ്റെ വീഡിയോസ് ഞാൻ തന്നെ കാണും. എന്നിട്ട് ഞാൻ തന്നെ എന്നോട് പറയും, എന്നാ പ്രസംഗം ജിനു, എന്നാ മോട്ടിവേഷനാ, നീ അത് കണ്ട് നന്നാവ്. ഇത്രേ ഉള്ളൂ ലൈഫ്. നിങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചാണ്ടല്ലോ, ലോകത്ത് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നോ നിങ്ങൾ പൊരുതി പോരും. പിന്നീട് ഇന്നത്തെ പിള്ളേർക്ക് എന്തറിയോ, ഒരു സങ്കടം കിട്ടുമ്പോഴേക്കും അയ്യോ തോറ്റു, തീർന്നു, പിന്നെ രക്ഷപ്പെടില്ല. എവിടെന്നെങ്കിലും ഒരു ബുദ്ധിമുട്ട് കേട്ടാൽ, എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നറിയോ, പണ്ടത്തെ അപ്പച്ചന്മാരെ കുറിച്ച് അമ്മച്ചിമാരെ കുറിച്ചുള്ള മതിപ്പെന്നറിയോ, അവർ ലോകത്തോടും ജീവിതത്തിലെ പല സന്ദർഭങ്ങളോടും പൊരുതി ജയിച്ചവരാ. ഇന്നോ നമ്മുടെ പിള്ളേർക്ക് എനിക്ക് ഉറപ്പില്ല. പഠിക്കാൻ നല്ല ബുദ്ധിയുണ്ട് കേട്ടോ, ഒടുക്കത്തെ ബുദ്ധിയാ നമ്മുടെ പിള്ളേർക്ക്, ഒടുക്കത്തെ ബുദ്ധിയാ, ഫുൾ A+. പക്ഷെ ബോധമുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞ കേട്ടോ. ബോധമുണ്ടോ? ഇല്ല. ഞാൻ കാര്യമായിട്ട് പറയാം, പിള്ളേർക്ക് ഒടുക്കത്തെ ബുദ്ധിയാന്നേ, ഫുൾ A+. പക്ഷെ ബോധമുണ്ടോ? ഇല്ല. ബോധമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഈ സൂയിസൈഡ് ചെയ്യണേ. പണ്ട് ഫുൾ A+ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിലും അപ്പനേന്ന് 2 തല്ല് കിട്ടിയാലും പിള്ളേരോട് എടാ മാർക്ക് എത്രയുണ്ട്, ഓ അത്രയൊന്നുമില്ല, വിഷമമുണ്ടോടാ, എന്തൊട്ട്. പക്ഷെ അതൊക്കെ സന്തോഷത്തോടെ ജീവിച്ചു. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചമാർക്ക് എത്ര പേർക്ക് ഫുൾ A+ ഉണ്ട്? 10ാം ക്ലാസ് പോയിണ്ടോ? സംശയമാണ്. ജീവിക്കണില്ലേ സന്തോഷത്തോടെ? അത്രേ ഉള്ളു ലൈഫ്. ഫുൾ A+ കിട്ടിയെന്നല്ല ലൈഫിലെ പ്രത്യേകത, ജീവിക്കണമെന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ പിള്ളേർക്ക് ഫുൾ A+ ഉണ്ട്, പക്ഷെ ബോധമുണ്ടോ? ഇല്ല. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. എൻ്റെ പള്ളിയിൽ ഞാനിങ്ങനെ എനിക്ക് പെട്ടെന്ന് വേർക്കും. ഞാൻ എനിക്ക് നന്നായിട്ട് വേർക്കുന്ന ഒരാളാണ്, ഫാൻ വേണം. അപ്പം ഞാൻ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ബലിമേശ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ നന്നായിട്ട് വേർക്കാട്ടോ, വെള്ളത്തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഈ ടവൽ കൊണ്ട് തുടച്ചിട്ട് മാറണില്ല, വെള്ളത്തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അവസാനം എൻ്റെ തൊട്ടടുത്ത് ഫാൻ ഇരിപ്പുണ്ട്, ഫാൻ ഓൺ ചെയ്തിട്ടില്ല. അവിടെ ഒരു അഴുത്താരക്കുട്ടി ഇരിപ്പുണ്ട്. ഇവിടെ അഴുത്താരക്കുട്ടികളില്ലേ? ഇവിടെ എന്താ പറയുക? അഴുത്താരക്കുട്ടി തന്നെ. ഓക്കെ, അഴുത്താരക്കുട്ടി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ നിന്ന് വേർക്ക, അവന് കാണാൻ തന്നെ
പണ്ടൊക്കെ നമ്മൾ അഴുത്താരക്കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. അച്ഛൻ എവിടെ വയർക്കണ കണ്ടാലും അച്ഛനെ പറപ്പിക്കാവുന്ന രീതിയിൽ ഫാൻ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ നിന്ന് വേർത്തിട്ടും ഇവനോട് തൊട്ടടുത്തേക്കുണ്ട്, വെള്ളത്തുള്ളി ഇങ്ങനെ വീണോണ്ടിരിക്കുക, മീശ വരെ എത്തി, എന്നിട്ട് ഇവനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എന്നിട്ട് ഇത്രയും വേർക്കണ കണ്ട ഇവനോട്, ഇവനാണെങ്കിൽ ക്ലാസ്സിലെ ടോപ്പട്ട, ഫുൾ A+. ഞാൻ അവന് അടുത്ത സൈൻ ഇട്ട് കൊടുത്തു, ഒരു സൈൻ ഇട്ട് കൊടുത്തു. മോനെ വേർക്കാനുള്ളടാ, ഫാൻ ഇടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ സൈൻ ഇട്ടു. അപ്പം ഇവൻ എന്നെ നോക്കിയിട്ട് രണ്ടാമത്തെ സൈൻ ഞാനിട്ടു. ഞാനാണ് ഈ കുർബാനയ്ക്കിടയിൽ മിണ്ടത്തില്ല. അപ്പം ഇവൻ രണ്ടാമത്തെ സൈൻ കണ്ടപ്പോൾ എന്നെ കാണിക്കിട്ടു. പുള്ളി ചിന്തിക്കുക, എന്തോ A+ കിട്ടണ കാര്യമാണ് ചിന്തിക്കുക. ഞാൻ മൂന്നാമത്തെ സൈൻ ഇട്ടു. രണ്ട് കറക്കലും ഒരു കുത്തലും, എവിടെങ്കിലും മനസ്സിലാവട്ടെ എന്ന് വെച്ചോണ്ട് മൂന്നാമത്തെ സൈൻ ഇട്ടപ്പോൾ ഈ പുള്ളി സൈഡിൽ നിന്ന്, ഫാൻ ഇവിടെ ഉണ്ട്, പുള്ളി ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തെ സൈൻ ഇട്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നേക്കാ, എന്തുട്ടച്ചാ വേണ്ടായെന്ന്. ഞാൻ പറഞ്ഞു, പൊന്നു മോനെ ഫാനൊന്നിട്. പണ്ടാണെങ്കിൽ ആ സ്വിച്ച് ഇടാൻ പറഞ്ഞ പിള്ളേർക്കറിയാം ഫാൻ്റെ സ്വിച്ചാന്ന്. ഇതാണ് പറഞ്ഞേ, പഠിക്കാൻ നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ബോധം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നോ പ്രോബ്ലം. ഇന്നത്തെ പിള്ളേർക്ക് ഒടുക്കത്തെ ബോധം കേട്ടോ. ഞാൻ ഇവിടേക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ, ഞാൻ എന്തിനാന്ന് പറഞ്ഞതറിയോ, എൻ്റെ മക്കളെ നിങ്ങളെ സ്നേഹിക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ചിരിക്കാൻ പഠിക്കും, എപ്പോഴും ചിരിച്ചടക്കണം കേട്ടോ, ഹാപ്പി ആയിട്ട്. എന്തിനാന്നേ, നമുക്ക് തമ്പുരാൻ ഒരു ജീവിതം തന്നിട്ടുണ്ട്. എന്ത് നേടിയെടുക്കാവുന്ന ഒരു ശരീരവും എന്ത് നേടിയെടുക്കാവുന്ന ഒരു മനസ്സും നല്ലൊരു സാഹചര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിന് തന്നിട്ടുണ്ട്. ഹാപ്പി ആവും, എന്നിട്ട് ചിരിക്കി. ചില പിള്ളേരൊക്കെ എന്ത് കണ്ടാന്നറിയോ, നിരാശപ്പെട്ട് ജീവിക്കണേ, സങ്കടപ്പെട്ട് ആരോ ചത്ത പോലെയാ. എല്ലാ ദിവസവും മരണം നടന്ന വീട്ടിൽ നിന്ന് നമ്മൾ വന്നെ കേട്ടോ. ചിലരുടെയൊക്കെ മുഖത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഒരു സന്തോഷം തോന്നില്ല, ശരിയല്ലേ? ചിലരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ, ഭയങ്കര സന്തോഷമാണ്. അവരെന്നും ദൈവത്തിൻ്റെ മക്കളാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ക്രിസ്ത്യാനികളോടോ കർത്താവിൻ്റെ മക്കളാ, പ്രത്യാശയുടെ മക്കളാ. നമ്മുടെ മുഖം വാടി നിൽക്കാമോ? പാടാൻ പാടില്ല, ചിരിക്കണം. ഒന്ന് ചിരിച്ചെല്ലാവരും. ഇത്രയും വേണ്ട ചേട്ടോ കേട്ടോ, ആവശ്യത്തിന് ചിരിച്ചാൽ മതി. ഒന്ന് പുഞ്ചിരിക്കുക, മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ഹാപ്പി ആയിട്ട് നടക്കുക. അപ്പം ഞാൻ ഒന്നാമതായിട്ട് യൂത്തിനോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നിട്ടാ, ആദ്യം ആരെ സ്നേഹിക്കണം? നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം, ഇഷ്ടപ്പെടാൻ പഠിക്കണം. ഞാൻ എന്തിനാന്ന് പറഞ്ഞതെന്നറിയോ, നിങ്ങൾക്കത് വഴിയ ജീവിതത്തിൽ മനസ്സിലാവും. കാരണം നിങ്ങൾ വിശ്വസിച്ച പലരും നിങ്ങളെ പറ്റിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയണേ, നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണമെന്ന്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കേട്ടോ, നിങ്ങൾ ലോകത്ത് നിങ്ങളുടെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. കൂടെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാ? പാരൻസ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന പലരും പറഞ്ഞു, ബോറടിക്കണ്ടോ? അറിയോ? ഓക്കെ, കംഫർട്ടബിൾ. ഓ എൻ്റെ പൊന്നടവേ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ കൂടെ ഉള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക. ഈവൻ ഞാൻ പറയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ അപ്പനമ്മ, നിങ്ങളുടെ ചേട്ടൻ. ഞാൻ എപ്പോഴും പറയുന്നവരെന്നറിയോ, പറ്റിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിക്കരുത് കേട്ടോ, പ്ലീസ്. ഐ റിക്വസ്റ്റ് യു. അത് യൂത്തിനോട് പ്രത്യേകിച്ച് ഞാൻ പറയാം. നിങ്ങളുടെ പ്രായം ഒരു പെൺകുട്ടിയോട് ഒരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നൊരു പ്രായമാണ്. പക്ഷെ ആ പ്രായത്തിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടാണ്ടല്ലോ, അത് വല്ലാത്തൊരു മുറിവാണ്, അത് മനസ്സിൽ കിടക്കണം. എത്രയോ പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നറിയോ, അച്ഛാ പറ്റിച്ചതിൻ്റെ മുറിവച്ചാ, പറ്റിച്ചത് അച്ഛ എന്നെ, ഞാൻ എത്രത്തോളം സ്നേഹിച്ചത് അച്ഛാ, പക്ഷെ എന്നെ പറ്റിച്ചു പോയി. ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന തന്നെ യൂത്തിനോട് ഞാൻ പറയാം, മക്കളെ പറ്റിക്കാൻ വേണ്ടി ഒരാളെയും സ്നേഹിക്കാതിരിക്കും. ഈവൻ നിങ്ങളുടെ പപ്പേനെയും മമ്മീനെയും പോലും പറ്റിക്കരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നിങ്ങൾ ജെയ്സേ കൂടെ വന്നേ, ജെയ്സന് ഒരു ചെറുക്കനോട് ഇഷ്ടം തോന്നി, പപ്പയും മമ്മിക്ക് അത് ഇഷ്ടപ്പെടോ? ഇല്ലായിരിക്കുന്ന ഇല്ല. ഓക്കെ, പപ്പയുടെ മമ്മിയുടെ ആഗ്രഹം തൊട്ടാ അവര് കാണിച്ചു തന്നെ ഒരു ചെറുക്കനെ ജെയ്സ് വളരെ സന്തോഷത്തോടു കൂടെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതാണ് ആർക്കിടെ ഇഷ്ടം? പപ്പയുടെ ഇഷ്ടം. പപ്പയും മമ്മി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എവിടെയത്? സ്റ്റാൻഡപ്പ്, ഇങ്ങോട്ട് വാ, ചോദിച്ചോക്കട്ടെ. പപ്പയുടെ ആഗ്രഹം ഇപ്പൊ ചോദിക്കാലോ. ചേട്ടായി, പേര് തൊട്ടാ? ജോണേട്ടാ. ഒറ്റ ചോദ്യമുള്ളൂ. ജോണേട്ടാ, എൻ്റെ കൊച്ചിനെ എങ്ങനെ ഒരാൾ, ജോണേട്ടൻ്റെ മനസ്സിൽ തൊട്ട്, ജോണേട്ടയും ചേച്ചിയും കൂടി തീരുമാനിക്കുന്ന ഒരാളെ അവൾ വിവാഹം കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വളരെ സന്തോഷത്തോടെ, കാരണം അവൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ജോണേട്ടൻ കണ്ടുപിടിക്കുള്ളൂ അല്ലേ? അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുന്നതാണ് ആർക്കിഷ്ടം? എനിക്കിഷ്ടം. ആണോ?
ജെയ്സ് എന്ത് ചെയ്യണം? സമ്മതിക്കണം. സമ്മതിക്കണം. സമ്മതിക്കണമെന്നല്ല, അവരുടെ ഇഷ്ടത. ഇനിയിപ്പോൾ ജെയ്സിന് പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ആളെ കണ്ടു, പപ്പയോട് വന്നിട്ട് പറയാം, പപ്പ ആ ചേട്ടൻ കുഴപ്പമില്ല കേട്ടാ, നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാവുന്നതാ, വലിയ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകും, പപ്പയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഐ എം ഓക്കെ എന്ന് പറഞ്ഞാൽ ജോണേട്ടൻ സമ്മതിക്കും. ആലോചിച്ചിട്ട് നല്ലതാണെങ്കിൽ, അന്വേഷിച്ചിട്ട് നല്ലതാണെങ്കിൽ നടത്തും. ഈ സത്യം പറഞ്ഞാണല്ലോ, ഞാൻ ഇന്നത്തെ യുവാക്കളുടെ മിക്കവാറും പറയാറുണ്ടെന്നറിയോ, ഇന്നത്തെ പാരൻസ് മിക്കവാറും കുറച്ചും കൂടി ലിബറലാണ്, പണ്ടത്തെ പോലും നല്ല. അവിടെ കൊച്ചിന് നല്ലൊരാളായിട്ട് നല്ലൊരു ബന്ധമുണ്ടെന്ന് തോന്നിയ, ഒരു ഇഷ്ടം തോന്നിയ ഇന്നത്തെ മിക്ക പാരൻസും, ഞാൻ സത്യം പറയാലോ, നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന, നമ്മളുമായിട്ട് വലിയ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന നല്ലൊരു ഫാമിലി എൻ്റെ കൊച്ചിനെ നന്നായിട്ട് നോക്കുമെന്ന് ഉറപ്പുള്ള ഒരു ചെക്കനെ ആണെങ്കിലും ഒരു പെണ്ണിനെ ആണെങ്കിലും ഇന്നത്തെ മിക്ക പാരൻസും സമ്മതിക്കാറുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടത്. അപ്പോൾ ജെയിൻസ് പപ്പയുടെ വലിയ വിശ്വാസം എന്നറിയോ, എൻ്റെ മോള് അങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും പോകത്തില്ല, വളരെ നീറ്റായിട്ടും സന്തോഷത്തോടെയും പപ്പയും മമ്മയും പറയുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കും എന്നുള്ള ഉറപ്പാണ് പപ്പയുടെ ഏറ്റവും വലിയ വിശ്വാസം. അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഉച്ചത്തിൽ പറ. ആണ്. അപ്പൊ ജെയിൻസ് ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ജെയ്സ് കേട്ടോ, ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മോളെ ഏറ്റവും നല്ലൊരു മോളായിട്ട് മാറുക. അല്ലെങ്കിലോ ഈ വിശ്വാസത്തെ തെറ്റിച്ച് തെറ്റായൊരു ബന്ധത്തിൽ പോയി ജെയ്സ് എന്ത് ചെയ്യും? അപ്പൊ ആരെ പറ്റിക്കുക? പപ്പയും മമ്മീനെ പറ്റിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞതറിയോ, നിങ്ങളുടെ കൂടെ ഉള്ളവരൊരിക്കലും പറ്റിക്കരുത്. പപ്പ മമ്മി അവരെ പറ്റിക്കരുത്. അവരെ വിശ്വസിച്ചേക്കാ. ഇപ്പൊ ജോണേട്ടൻ വിശ്വസിച്ചേക്കാ എൻ്റെ മോള് അങ്ങനെയൊന്നും പോകത്തില്ല. ഉറപ്പല്ലേ ജോണേട്ടാ? വേണ്ട. അപ്പൊ ജെയിംസ് എന്ത് ചെയ്യണം? അങ്ങനെയൊന്നും പോകാതെ പപ്പയുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നവളാകണം. അപ്പോഴാണ് മോള് നല്ല മോളായിട്ട് മാറുക. ഇവിടെ ഇരിക്കുന്ന എല്ലാ യൂത്തിനോടും ഞാൻ പറയുന്ന കാര്യതാ. ഡു യു അണ്ടർസ്റ്റാൻഡ്? ജെയ്സ് നോക്കാം. ജോണേട്ടൻ നല്ല കൈ കൊടുത്തേ. താങ്ക് യു ജോണേട്ടാ. ഞാൻ എന്താ പറയുന്നറിയോ, നമ്മുടെ കൂടെ ഉള്ളവരെ പറ്റിക്കാതിരിക്കുക, ഭയങ്കരമായിട്ട് സ്നേഹിക്കവരെ. ഞാൻ ഇപ്പോഴും ചിന്തിക്കാനെന്നറിയോ, എൻ്റെ പപ്പ എൻ്റെ മമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അപ്പനമ്മേനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ, സ്നേഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട്. പപ്പയോട് വലിയ സ്നേഹമൊന്നും തോന്നില്ല. ചിലരെങ്കിലും മമ്മീനെ കൂടുതൽ സ്നേഹിക്കുന്നവരുണ്ട്. സത്യമാണ് കേട്ടോ, അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം അറിയോ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലൊക്കെയും ഇത് ഉപകാരപ്പെടുന്നറിയാം. എൻ്റെ അപ്പൻ തനിയൊരു വെട്ടുപോത്ത സംസാരിക്കാൻ അറിയാത്തൊരു തന്ത എൻ്റെ തന്ത. ഞാനിപ്പോൾ പറയാലോ, ഓപ്പണായിട്ട് പറയണേ. എന്ന് വെച്ചാൽ സംസാരിക്കുന്നത് എങ്ങനെയെന്നറിയോ, അപ്പാ എന്താടാ, എന്തുണ്ടപ്പോൾ വിശേഷം, വീട്ടിലേക്ക് വിളിച്ചാ എന്തുണ്ടപ്പോൾ വിശേഷം, എന്തിനു പറഞ്ഞിട്ട്, ചോറുണ്ടോ, അറിഞ്ഞിട്ട്, കറിയുന്നൂട്ടാ, എന്തെങ്കിലും ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് കൊടുക്കോ, എന്തിനാ. 2 മാസം 1.5 മാസം മുമ്പ് ഞാൻ ഹൈദരാബാദ് ഒന്ന് പോയി ധ്യാനിപ്പിക്കാൻ പോയതാ. ഹൈദരാബാദ് ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ അപ്പനെ വിളിച്ചു, അപ്പാ ഞാൻ ഹൈദരാബാദ് പോട്ടാ, നീ എവിടേക്കെങ്കിലും പോക്കാം, അതിനിപ്പോൾ ഞാൻ തൊട്ടേണ്ടേ. ഇതാണ് എൻ്റെ അപ്പൻ. താനീ വെട്ടുപോത്താ, സംസാരിക്കാറില്ല, ദേഷ്യമാണ് എപ്പോഴും, ദേഷ്യം. ഇത് കണ്ടു വളരണ മക്കൾക്ക് അപ്പനോട് സ്നേഹം തോന്നോ? ഇല്ല. പക്ഷെ എന്താണെന്നറിയോ, എനിക്കറിയാം ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അപ്പനാന്ന്. അത് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയെന്നറിയോ, 10-25 വയസ്സ് കഴിഞ്ഞപ്പോഴാ. 25 വയസ്സ് വരെ എനിക്ക് എൻ്റെ അപ്പനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പനിങ്ങനെ ദേഷ്യപ്പെടുന്നതുകൊണ്ട്. ഞാൻ അച്ഛൻകുട്ടിയല്ലേ, അപ്പൻ എന്നെ ബഹുമാനിച്ചുകൂടെ, സ്നേഹിച്ചുകൂടെ, എൻ്റെ വാക്കുകൾക്ക് വില തന്നുകൂടെ, എൻ്റെ ചിന്താഗതി അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ 25-ാമത്തെ വയസ്സ് ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അപ്പനാണ്. പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവിടെ ഇരിക്കുന്ന യൂത്തിനോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങളുടെ പപ്പേനെ മമ്മീനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം. എടാ മോനെ നീല ഷർട്ട് ഇട്ടവനെങ്കിൽ വന്നേ. ഇത് കല്യാണം കഴിഞ്ഞാണോ? എന്നാലും കുഴപ്പമില്ല, വാ. പപ്പേനെ ഭയങ്കര ഇഷ്ടമാണോ? അതെ അതെ. ആണോ? അതെ. പപ്പയുടെ എല്ലാ ദിവസവും സംസാരിക്കോ? എല്ലാ ദിവസവും ഇല്ല. ഇല്ല. ഞങ്ങൾ യൂത്തൊക്കെ എങ്ങനെയാ കേട്ടോ. അപ്പുറത്തവനും വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നീ പോകണ്ടേ, ഇങ്ങോട്ട് വാ, പിന്നെ വിളിച്ചേ ഇങ്ങോട്ട് വാ, ചോദ്യം കഴിഞ്ഞിട്ടില്ല. പപ്പയോട് എല്ലാ ദിവസവും വിളിക്കില്ല, സംസാരിക്കത്തില്ല. ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. പപ്പേനാണോ മമ്മീനാണ് ഇഷ്ടം? ഭാര്യയോടാന്നാ? സജോച്ചൻ പറഞ്ഞു ഭാര്യയോടാന്നാ. ആണോടാ? അവനങ്ങനെയൊന്നും ഇല്ല കേട്ടാ. അവനെല്ലാവരോടും കോക്കണ പേരെന്നോട്ടാ. സച്ചിൻ ടെണ്ടുൽക്കറുടെ ആരെങ്കിലും ആണോ?
ഇവിടെ സച്ചിനെ നിങ്ങോട്ട് വാ. അടുത്തവരുടെയും ദീപു. ദീപുവേ, പപ്പേനാണ് മമ്മീനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അമ്മേ. അമ്മേനെ കണ്ടോ? ഇതെല്ലാം മക്കളുടെ ഒരു പ്രത്യേകതയാണ്. അമ്മയോട് ഇച്ചിരി സ്നേഹം കൂടുതലായിരിക്കും. പപ്പേനെ എല്ലാ ദിവസവും വിളിക്കുക, അന്വേഷിക്കുകയും മിണ്ടൊക്കെ ചെയ്യോ? വീട്ടിൽ തന്നെ ഉണ്ട്. എല്ലാ ദിവസവും മിണ്ടും, വർത്താനം പറയും. പറയും. ദേഷ്യം തോന്നാറില്ലേ ഇടയ്ക്ക്? ഈ പപ്പമാരോട് ആൺകുട്ടികൾക്ക് ഷച്ചിനോട് തന്നെ ഈ പപ്പമാരോട് ആൺകുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ഇനി സച്ചിൻ കുറച്ചും കൂടിയും കഴിയുമ്പോൾ മമ്മീനേക്കാളും കൂടുതൽ പപ്പേനെ സ്നേഹിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാ അറിയില്ല. അറിയും, ഇപ്പം അറിയില്ലല്ല. ചുണ്ട് വലുതാവട്ടെ. ആ കൊച്ചങ്ങളൊന്ന് വലുതായി തുടങ്ങുമ്പോൾ പപ്പയുടെ വില മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയുന്നറിയോ, ഈ അമ്മമാര് ഞാൻ എപ്പോഴും പറയുന്നറിയോ, അപ്പൻ എപ്പോഴും മക്കളെ ജീവിപ്പിക്കാൻ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുണ്ടോ, ഈ അമ്മമാർ കൊച്ചിനെ എവിടെ എടുക്കണമെന്നറിയോ? കൊച്ചിനെ എവിടെ പിടിക്കണേ? ഒക്കത്തെ വെക്കണേ. കൊച്ചിനെ ഒക്കത്തെ വെക്കുള്ളൂ അമ്മമാർ. അപ്പൻ എവിടെയാ കൊച്ചിനെ വെക്കണേ? തോളത്തെ വെക്കണേ, തോളത്ത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയോ, അമ്മ പൊതിയുന്ന സ്നേഹ, അമ്മ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുള്ളൂ. എൻ്റെ കൊച്ചിനെ ആരും തൊടരുത് എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന വ്യക്തിയാണ് ആര്? അമ്മ. എൻ്റെ കൊച്ചിനെ ഒന്നും വരരുത്, ഒന്നും ബുദ്ധിമുട്ടുണ്ടാകരുത്, വിഷമിക്കരുത്, കരയരുത്, സങ്കടപ്പെടരുത്, ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ പൊത്തിപ്പിടിക്കും. അപ്പം കൊച്ചിന് ഭയങ്കര സ്നേഹം തോന്നും അമ്മയോട്. കാരണം എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ പൊത്തിപ്പിടിക്കാണല്ലോ. ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന അപ്പനാണെങ്കിൽ എന്ത് പറയും? അപ്പനാണെങ്കിൽ എന്ത് പറയും? വേണമെങ്കിൽ കഴിച്ചോടാ. അമ്മയാണെങ്കിൽ എന്ത് പറയും? എൻ്റെ പഞ്ചാര കഴിക്കി, എൻ്റെ മുത്ത് കഴിക്കി. അപ്പം കൊച്ചിന് ആരോട് സ്നേഹം തോന്നും? അമ്മയോട്. പക്ഷെ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറയണ അപ്പനാണ് അവിടെ ജീവിപ്പിക്കാൻ പഠിപ്പിക്കണേ. ഞാൻ എപ്പോഴും ചിന്തിച്ചറിയോ, ദീപു ഇപ്പം അല്ല ദീപു പോട്ടെ, സച്ചിൻ കൊച്ചായോ? സച്ചിയെ കുഞ്ഞുണ്ട്. എത്രയാ? അവന് 3 വയസ്സ്. 3 വയസ്സായോ? ഇവിടെ ഉണ്ടോ? പോട്ടെ. അപ്പോൾ സച്ചിൻ്റെ മുകളിൽ കൊച്ചിരിക്കുക, സച്ചിൻ്റെ മുകളിലിരിക്കുക. നിങ്ങൾ ചിന്തിച്ചോക്കെ, സച്ചിൻ്റെ മുകളിലാണ് കൊച്ചിരിക്കണേ, ഒക്കത്തിരിക്കണേ. കൊച്ചിൻ്റെ തല എവിടെ ഇരിക്കും? അപ്പൻ്റെ തലയുടെ മുകളിലാ. ഞാൻ എപ്പോഴും ചിന്തിച്ചറിയോ, എന്നെക്കാളും എൻ്റെ മക്കൾ വളരണമെന്ന് എപ്പോഴും ചിന്തിക്കുന്ന വ്യക്തിയാണ് ആര്? അപ്പൻ. അതുകൊണ്ടാണ് കൊച്ചിനെ മുകളിൽ നിർത്തണേ. അവന് നിങ്ങൾ ചിന്തിച്ചോക്കെ, ഈ അപ്പൻ്റെ മുകളിലിരിക്കണ കൊച്ചിനെ അപ്പനേക്കാളും കൂടുതൽ കാറ്റ് കൊള്ളും, വെയിൽ കൊള്ളും, എല്ലാ കാര്യങ്ങളും കൊള്ളുവന്. അവൻ വെയിലത്ത് വാടും, ബുദ്ധിമുട്ടുണ്ടാവും അവിടെ ഇരിക്കാൻ. ഒക്കത്തിരിക്കുന്നതാണോ പുറത്തിരിക്കുന്നതാണോ കംഫർട്ട്? ഒക്കത്തിരിക്കുന്ന കംഫർട്ട്. കാരണം അമ്മ ഇതിങ്ങനെ ചെരിഞ്ഞിട്ടിരിക്കണേ, ഇതിങ്ങനെ കാലിപ്പുറത്തിട്ടിട്ട് ഈ ഒക്കത്ത് ഇവിടെ ഇരുത്തും അമ്മ. അപ്പനാ 2 കാലിങ്ങനെ കമത്തിയിടണുള്ളൂ, അതിൻ്റെ ബാക്ക് ഭാഗം പുറത്താ. ഇവൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അപ്പൻ ഇരുത്തും. എന്തിനാണെന്നറിയോ? അവനേക്കാളും അവൻ്റെ അപ്പനേക്കാളും അവൻ വളരണമെന്ന് ചിന്തിക്കുന്നവർ അപ്പന്മാർ. ഞാൻ എപ്പോഴും മനസ്സിലാക്കിയെന്നറിയോ, 10-25 വയസ്സ് കഴിഞ്ഞപ്പോഴാ ഇപ്പം എനിക്കറിയാം എൻ്റെ അപ്പൻ എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന്. ദേഷ്യം, വാശി, ചില കാര്യങ്ങൾക്കൊക്കെ കട്ടായം പറയും. വേണ്ട, അങ്ങനെ പോണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. പറയില്ലേ ദീപു? സച്ചിനോട് പറഞ്ഞിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഇപ്പോഴും പറയോ? പാവങ്ങളാട്ടാ. സച്ചിന് നല്ല കൈ കൊടുത്തേ, ദീപിന് നല്ലൊരു കൈ കൊടുത്തേ. താങ്ക് യു. ഞാൻ എന്താ പറയുന്നറിയോ, നിങ്ങളുടെ പപ്പയൊക്കെ എങ്ങനെയായിരിക്കും? നിങ്ങളിപ്പോൾ നിങ്ങളോട് ആരാണ്? ഞാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നിങ്ങളുടെ കുട്ടികളോട് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെന്ന് ചോദിച്ചാൽ പാരൻസ് എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു മമ്മീനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അനീത്തിനെ കൂടുതൽ ഇഷ്ടം. അവിടെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ എന്താ പറഞ്ഞറിയോ, നിങ്ങളുടെ പപ്പേനെ സ്നേഹിക്കാൻ പഠിക്കണം കേട്ടോ. എത്ര കുറവുണ്ടെങ്കിലും വാശിയുണ്ടെങ്കിലും എനിക്ക് എൻ്റെ അപ്പനോട് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അള്ളി പഠിക്കുന്ന സ്നേഹം. അമ്മ എപ്പോഴും എങ്ങനെയെന്നറിയോ, ഫോണൊക്കെ വിളിച്ചാൽ ജന്മത്തിൽ നിർത്തില്ല. എന്തോരം നേരം സംസാരിക്കുന്നറിയോ, മോനെ അതുണ്ടാ ഇതാടാ, പറയുന്നത് മുഴുവൻ ലോകത്തുള്ളവരുടെ കുറ്റമാണ്. അപ്പുറത്തെ വീട്ടിലെ കുറ്റം, ഇപ്പുറത്തെ വീട്ടിലെ കുറ്റങ്ങളൊക്കെ പറയണേ. പക്ഷേ എനിക്ക് അമ്മേനേക്കാളും ഒരു പടി ഇച്ചിരി സ്നേഹം അപ്പനോട് കൂടുതലുണ്ട്. കാരണം 25 വയസ്സ് വരെ അപ്പനെ ഞാൻ സ്നേഹിച്ചില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുള്ളതുകൊണ്ട് ഞാനിപ്പോൾ സ്നേഹിക്കുക. കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചിട്ട് പറയാ, മോനെ ഇവിടെ ഭയങ്കര മഴയാ. അപ്പം തൊട്ട് കേരളം മുഴുവൻ മഴയാ. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നമ്മേ ഇവിടെ മുഴുവൻ വെയിലാ. അപ്പം എന്നോട് ചോദിക്കുക, അവിടെ വെയിലാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ കേരളം മുഴുവൻ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം അമ്മയ്ക്ക് എങ്ങനെ അവിടെ മാത്രം മഴ?
കുറച്ച് നാളും വിളിച്ചിട്ട് പറയാ കിച്ചു പ്രസവിച്ചു എന്ന്. വീട്ടിലെ പൂച്ചയാ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നമ്മേ ഞാനല്ല ഉത്തരവാദി. അമ്മ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് പറയണ്ട. പറഞ്ഞിട്ടും കാര്യമില്ല, പറയും. അതാണ് എൻ്റെ അമ്മ. പക്ഷെ എനിക്ക് സ്നേഹം അപ്പനോടാ. അമ്മയോടും അപ്പനോടും ഒടുക്കത്തെ സ്നേഹം. അതിന് കാരണം എന്നറിയോ, നമ്മുടെ ഈ ലോകത്ത് ഞാനൊക്കെ ഒറ്റത്തടിയാ, തന്നെ ജീവിക്കുന്ന ഒരാളാ. ഞാൻ ചിന്തിക്കാനെന്നറിയോ, എനിക്കൊരു സങ്കടം വന്നാൽ ഇപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് എൻ്റെ അപ്പനമ്മയുള്ളൂ. ശരിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കല്യാണം കഴിച്ചിട്ട് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്കെൻ്റെ അപ്പനുള്ളൂ, എൻ്റെ അമ്മയുള്ളൂ. അവർ തീർന്ന പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ചേട്ടനുണ്ട്, പെങ്ങളുണ്ട്, സത്യമാണ്. പക്ഷേ അവന് ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ട്. അവൻ ആ കുടുംബത്തിലേക്ക് ഒതുങ്ങി. അപ്പോഴും എനിക്കൊരു പ്രശ്നം വന്ന പ്രാർത്ഥിക്കാൻ എൻ്റെ അപ്പനമ്മേ ഉള്ളൂ. എനിക്കത് ഭയങ്കര വിഷമമാണ്. കാരണം അവർ മരിച്ചുപോയി, പിന്നെ എനിക്ക് ആരാ ഉള്ളത് എൻ്റെ എന്ന് പറയാൻ? നിങ്ങൾ ചിന്തിക്കണേ അങ്ങനെ അറിയോ, നിങ്ങളുടെ പപ്പയും മമ്മിയും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന യൂത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തോരം നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കണേ, എന്തോരം സങ്കടം ഏറ്റെടുക്കണേ, എന്തോരം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണേ. ശരിയല്ലേ? അപ്പനമ്മേനെ പറ്റിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. നിങ്ങൾ കാരണം നിങ്ങളുടെ പപ്പയും മമ്മിയും കരയേണ്ടി വന്നാ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കുറേ കാര്യങ്ങൾക്ക് കരയാം. ഇന്നത്തെ യൂത്ത് പലപ്പോഴും ലഹരി ഉപയോഗിക്കുമ്പോൾ, മയക്കുമരുന്ന് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആരാന്നറിയോ? ആരാ? പപ്പയും മമ്മിയാ. ഒരു തെറ്റായ ബന്ധത്തിൽ പോകുമ്പോൾ കള്ളിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ചത്തതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ ഈശോയെ എൻ്റെ മോളെ ആ ബന്ധത്തിൽ നിന്ന് മാറ്റിക്കളയോ, എൻ്റെ മോനെ ആ ബന്ധത്തിൽ നിന്ന് മാറ്റിക്കളയോ. എൻ്റെ മോൾ തെറ്റായ ഒരു കൂട്ടുകെട്ടിൽ പെടുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആരാ? അപ്പനമ്മയാ. ഈ പള്ളിയിൽ കർത്താവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയും അവര്. എൻ്റെ മോനൊന്ന് രക്ഷിക്കുക കർത്താവെ. എന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? തള്ളി എന്തോരം നൊമ്പരപ്പെടുത്തിയാലും സ്നേഹിക്കാൻ അല്ലാണ്ട് അപ്പനമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ കൊണ്ടുനടക്കണേ. ഒരു വിഷമം വന്നാലും ഒരു പ്രശ്നം വന്നാലും അപ്പനമ്മയും ഇപ്പോഴും നിങ്ങളുടെ കൂടെ വെക്കണമെന്നറിയോ? അവർക്ക് നിങ്ങളെ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്ക്. അപ്പൊ അവരെ സ്നേഹിക്കാൻ പറ്റും. അവർക്ക് നിങ്ങളെ ഉള്ളൂ. അവർ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഇപ്പൊ പ്രായമായി, ഇച്ചിരി വയസ്സായപ്പോ അവർക്ക് കാണാൻ ഭംഗിയില്ല, പോരാ, അവരുടെ തീരുമാനങ്ങൾ ശരിയല്ല, പറഞ്ഞത് ശരിയായില്ല. ശരിയല്ലേ? എടാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ മലമൂത്ര വിസർജനങ്ങൾ പോലും കോരിയവരാണ് ഈ അപ്പനമ്മയും. എൻ്റെ കാലൊന്നും ഒടിഞ്ഞപ്പോ കയ്യൊന്നും ഒടിഞ്ഞപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, എൻ്റെ ടോയ്ലറ്റ് എൻ്റെ അപ്പനമ്മയുടെ ചിലപ്പോൾ കയ്യായിരുന്നു. അവർക്ക് നാണം ഉണ്ടായില്ല, വിഷമം ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് നാണായി തുടങ്ങി. ശരിയല്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ, നിങ്ങളുടെ അപ്പനമ്മേനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, ഭയങ്കരമായിട്ട് സ്നേഹിക്കും. എൻ്റെ ജീവിതത്തിലൊരു സംഭവം പറയാം. ജൂലം വന്നിടാ. ഞങ്ങൾ ഇങ്ങനെ അച്ഛന്മാരെ ജൂലം എന്തൊക്കെയാലും കർത്താവിൻ്റെ കൃപയോല അനുഗ്രഹിക്കപ്പെട്ടോട്ടെ. ഞങ്ങളിങ്ങനെ അച്ഛന്മാരെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യട്ടോ. ഞങ്ങൾ അച്ഛന്മാരിങ്ങനെ നേരെ നിൽക്കുക, അച്ഛന്മാരെ ഫോട്ടോയ്ക്ക് പോസ്റ്റ്. ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടാ. ഞങ്ങളിങ്ങനെ അച്ഛന്മാരിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പം ഞങ്ങളൊരു മീറ്റിംഗാണ്, അച്ഛന്മാരുടെ ഒരു മീറ്റിംഗാണ്. ഞങ്ങളുടെ അച്ഛന്മാരുടെ അപ്പനമ്മയും പിന്നെ പിതാവും വന്നിട്ടുണ്ട്, ഞങ്ങളുടെ തിരുമേനിയും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് അപ്പനമ്മമാരൊക്കെ ഫോട്ടോയ്ക്ക് നിന്ന് കഴിഞ്ഞിട്ട് തിരുമേനി പറഞ്ഞു, അച്ഛന്മാരെ നമുക്ക് അച്ഛന്മാർക്കും തിരുമേനിക്കും മാത്രം എന്നിട്ടൊരു ഫോട്ടോ എടുത്താലാ. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല പിതാവെ, എടുക്കാലാ, അതിനിപ്പോൾ എന്താ പ്രശ്നം. അപ്പം ഞങ്ങൾ അച്ഛന്മാരിങ്ങനെ നിരന്ന് നിന്നു, തിരുമേനി പിന്നി നിന്നു. അപ്പം എനിക്ക് നല്ല പൊക്കമുള്ളതുകൊണ്ട് ഞാൻ സൈഡിൽ നിൽക്കാം കേട്ടോ, സൈഡിൽ നിൽക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുക, ഞങ്ങളുടെ അപ്പനമ്മമാരൊക്കെ സൈഡിലിങ്ങനെ ഫോട്ടോ എടുക്കുന്നത് നോക്കി ഇതിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ, സൈഡിൽ നിൽക്കുക. അപ്പം ഞങ്ങളിങ്ങനെ നേരെ നിൽക്കുക, ഫോട്ടോ എടുക്കാൻ നേരായിപ്പോൾ. ഇപ്പം ഇനി അച്ഛന്മാരെ നേരെ നിൽക്കണ്ട, എൻ്റെ സ്ഥാനത്ത് ജോയലാണ്. പോട്ടെ ജോയലേ ഏട്ടാ. അപ്പോൾ ജോയലാണ് എൻ്റെ സ്ഥാനത്ത്. അപ്പം എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ. അപ്പം എൻ്റെ അമ്മ ഇതിങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ സൈഡിലാണ് നിൽക്കണേ. എൻ്റെ അമ്മ ഇതിങ്ങനെ കുറേ നേരമായിട്ട് നോക്കണു. അപ്പം നമ്മളെന്താ സാധാരണ ചെയ്യുക? അപ്പനമ്മയെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യോ? ചെറുതായിട്ട് നീ മൈൻഡ് ചെയ്തോ കേട്ടോ, അല്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പോക്കെ എന്തെങ്കിലും ആവട്ടെ. ഞാനാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. ഞങ്ങൾ ഇപ്പോൾ വലിയ പച്ചനായിപ്പോയി, വലിയ ആളായിപ്പോയി, അപ്പനമ്മ നോക്കിയാൽ പോലും അങ്ങോട്ട് നോക്കില്ല. എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. അപ്പം മൈൻഡ് ചെയ്യാണ്ട് ഇപ്പുറത്തേക്ക് നോക്കിക്ക. അപ്പം എൻ്റെ അമ്മ സൈഡിൽ നിന്ന് കോപ്രായം കാണിക്കുന്നുണ്ട് ഇങ്ങനെ. ഞാനാണെങ്കിൽ ജന്മത്തെ അങ്ങോട്ട് നോക്കണമില്ല, മൈൻഡും ചെയ്യണില്ല. അപ്പം ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ നേരമായിപ്പോൾ അച്ഛന്മാർ നേരെ നിൽക്കണു, എൻ്റെ സ്ഥാനത്ത് ജോയല് തിരുമേനി പിന്നി നിൽക്കണു, ഞാനിപ്പുറ സൈഡിൽ നിൽക്കണു. ഫോട്ടോ എടുക്കാൻ നേരമായി നമുക്ക് മനസ്സിലായപ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞ വഴിക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ ഓടിപ്പോയി ഇതിങ്ങനെ നിൽക്കുക. ഞാൻ വിചാരിച്ച് ഈ സാധനം തൊട്ടി കാണിക്കണേ
ഒന്നാമത് ഞാനിങ്ങനെ എൻ്റെ അമ്മ അപ്പം ജോയിൽ കുറച്ച് നേരം എൻ്റെ അമ്മ കേട്ടോ, ഞാൻ തള്ളും പോവരുത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നിൽക്കുക, എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറയാ, അമ്മേ പോ, അമ്മേ പോ, അമ്മേ പോ, അമ്മേ പോ, അമ്മേ. ഞാൻ എന്തോരം തള്ളിയിട്ടും എൻ്റെ അമ്മ പോണില്ല. എനിക്കാണെങ്കിൽ ദേഷ്യം വരാണ്, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ജിനുവേ എടാ നമ്മുടെ അച്ഛന്മാരുടെ മാത്രം ഫോട്ടോയിലടാ, നിൻ്റെ അമ്മ അങ്ങനെ നിന്നാ ഫോട്ടോയ്ക്ക് ഭയങ്കര വൃത്തിയാടാടാ, പിതാവ് നോക്കണ്ട് എന്ന് നിൻ്റെ അമ്മയോടൊന്ന് മാറിക്കാൻ പറ. എനിക്കാണെങ്കിൽ അച്ഛന്മാരുടെ മുമ്പിൽ നാണം കെട്ടിക്കണു, പിതാവ് നോക്കുകയും ചെയ്യണു. ഇത്രയും വലിയൊരു ധ്യാനഗുരു, ഇത്രയും വലിയ പ്രാർത്ഥിക്കുന്ന ഒരാൾ, മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എനിക്കാണെങ്കിൽ നാണം വന്നിട്ട് വേണം കേട്ടോ. ഞാൻ കൈക്ക് പിടിച്ചു, വാ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. സൈഡിൽ നിർത്തിയിട്ട് പിന്നെ അമ്മയെന്നല്ലട്ടെ വിളിക്കണേ, തള്ളേന്ന് വിളിക്കണേ. വാ ദേഷ്യം വന്നിട്ടല്ല മനുഷ്യന്. ഞാൻ തള്ളേന്ന് വിളിച്ചിട്ട്, തള്ളിയോടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തള്ളിക്കും ബോധമില്ലേ, തള്ളിക്ക് വെളിവില്ല, തള്ളിക്ക് ബോധമുണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കുമോ? ഏതെങ്കിലും തള്ളമാർ അവിടെ വന്ന് നിൽക്കണുണ്ട്, തള്ളിക്ക് മാത്രം എന്തത് കുഴപ്പം? ബുദ്ധിപരമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് എൻ്റെ പ്രശ്നമായിട്ട് അമ്മോട് വന്നു. തള്ളിക്കോടെ ദൂരം പറഞ്ഞാലും കുഴപ്പമില്ല, വെറുതെയാണ് ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാത്ത, എന്നാണം കടത്താൻ വേണ്ടി വന്നേക്കാം. ഞാനീ പറയണ എല്ലാ തള്ളലും എൻ്റെ അമ്മ നിന്നുകൊണ്ട്, എൻ്റെ അമ്മൻ്റെ പാവ അമ്മ എന്താ ചെയ്തെന്നറിയോ? ഞാൻ ഈ തള്ളിയ കൈ ഉണ്ടില്ല, ഞാനിങ്ങനെ നിന്ന് തള്ളിയത് മുഴുവൻ എൻ്റെ അമ്മ കൊണ്ട്. എൻ്റെ പാവമ്മ, എനിക്കതിപ്പോഴും പറയുമ്പോൾ സങ്കടം വരും മനസ്സിന് ഭയങ്കര വിഷമം അത് ഓർക്കാൻ. എൻ്റെ അമ്മ ഞാൻ തള്ളിയ കൈ ഇങ്ങനെ ഇടത്ത കൈ കൊണ്ട് പിടിച്ചിട്ട്, ഞാൻ വലത്ത കൈ കൊണ്ട് തള്ളിയേ, ഇടത്ത കൈ കൊണ്ട് പിടിച്ചിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ എന്നെ വിളിച്ചതെന്നറിയോ? ജിനുമോനെന്നാ വിളിച്ചേ. ഞാൻ തള്ളേന്ന് വിളിച്ചേ, പക്ഷെ എൻ്റെ അമ്മേനെ വിളിച്ചത് ജിനുമോനെന്നാ. ജിനുമോനെ. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? എൻ്റെ ഈ ലോഹയുടെ ഈ സൈഡ് അമ്മ വലത്ത കൈ കൊണ്ട് ഇങ്ങനെ പൊക്കുക. അപ്പം ഞാൻ എവിടെയോ ചാരിയിട്ട് ഇവിടെ നിറച്ച് ചെളിയ. അപ്പം അമ്മ ഇങ്ങനെ ഇതിങ്ങനെ പൊക്കിയിട്ട് പറയാ, ജിനുമോനെ മോൻ്റെ ലോഹയുടെ സൈഡ് നിറയെ ചെളിയാടാ, അത് ഫോട്ടോ എടുക്കുമ്പോൾ കണ്ട ഭയങ്കര വൃത്തിയാടാ എൻ്റെ മോന്, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്ന് നിന്നതാ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നമ്മുടെയൊക്കെ അമ്മ ഉള്ളു അങ്ങനെ പറയാൻ. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ വിചാരിക്കും എടുക്കണത് എടുത്ത് പൊക്കോട്ടെ. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ മോശമാണെന്ന് കാണാൻ ഒരിക്കലും ഇഷ്ടമല്ല, അത് വന്ന് നിൽക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കാതെ വഴക്കുണ്ടാക്കിയിട്ട് അമ്മയായിട്ട് ഇടി കൂടിയാലും അമ്മ കൊണ്ടുവന്ന് ചോറ് തരും, നാണം കെട്ട്. മോനെ കഴിക്കടാ, കഴിക്കാതിരിക്കില്ലേ, അമ്മയ്ക്ക് വിഷമാവണടാ, ചോറുണ്ടോ എൻ്റെ മോൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര ദിവസങ്ങളിൽ ചിലപ്പോൾ എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടാവും, എത്ര ദിവസങ്ങളിൽ എൻ്റെ അമ്മ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് കണ്ടിട്ടില്ല. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ അപ്പനമ്മയ്ക്കും വിലയില്ല. എനിക്കിവിടെ ഇരിക്കുന്ന യൂത്തിനോട് പറയാനുള്ളത്, നിങ്ങളുടെ പാരൻസിന് ഇഷ്ടപ്പെടാമെന്ന് അറിയില്ലോ, നിങ്ങൾ ഈ ലോകത്തെ എന്തിനേക്കാളും, നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കാളും, നിങ്ങളുടെ എന്തിനേക്കാളും നിങ്ങളുടെ അപ്പനമ്മേനെ ബഹുമാനിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. അത് മതിയുടെ വേ. നിങ്ങൾ എവിടെ പോയാലും രക്ഷപ്പെടാൻ നിങ്ങളുടെ അപ്പനും അമ്മയും അനുഗ്രഹിച്ചാൽ മതി, അവിടെ രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൻ്റെ അമ്മയുടെയും മനസ്സറിഞ്ഞുള്ള അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിനുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് പറയാം നിങ്ങളോട്, എൻ്റെ മക്കളെ, എൻ്റെ യൂത്തെ, നിങ്ങളോട് പറയാ, നിങ്ങൾ എവിടെ പോയാലും രക്ഷപ്പെടും, എവിടെ പോയാലും രക്ഷപ്പെടും. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം അവരെ നിങ്ങൾ കണ്ണീര് കുടിപ്പിക്കാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ എവിടെ പോയാലും രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പപ്പേനെയും അമ്മേനെയും നിങ്ങളുടെ അപ്പനും അമ്മേനെയും എന്തിനേക്കാളുപരി സ്നേഹിക്കാൻ പഠിക്കണം. ജോയിലെ നല്ലൊരു കൈയ്യടി കൊടുത്തേ. താങ്ക് യു ജോയിലെ. മൂന്നാമത്തെ കാര്യം, അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഏറ്റവും അവസാനത്തെ കാര്യം, പക്ഷേ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കറിയാം സമയം കഴിഞ്ഞു എന്ന് എനിക്കറിയാം, 1 മണിയായി, ഞാൻ നിർത്തിയേക്കാം കേട്ടോ. ബോറടിക്കണ്ട, അറിയോ? ഓക്കെ, ഞാൻ അരമണിക്കൂറോടും പറയട്ടെ. ചിലതിൻ്റെ ചങ്കൊക്കെ പെടയും ഇവിടെ കേട്ടോ. ഈ കത്തനാരും നിർത്തണമില്ല, പോണാനും സമ്മതിക്കണില്ല. നിങ്ങൾ ഓർക്കണം, ഞാൻ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റതാ. എൻ്റെ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വന്നെ. 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് നേരെ വന്ന് കയറി, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. നേരെ കയറി, ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം തിരിച്ചു പോകണം. എനിക്ക് 5 മണിക്ക് ഇനി ധ്യാനമുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് വേണം ഞാൻ ധ്യാനത്തിൽ കയറാൻ. അപ്പം അത്രയും ടൈറ്റിലാണ് ഞാൻ വന്നേക്കണേ. എൻ്റെ മുഖത്തൊരു ക്ഷീണമുണ്ടോ? സൂപ്പറായിട്ട് നിൽക്കണല്ലേ, അതാണ് എൻ്റെ കഴിവ് കേട്ടോ. പക്ഷേ എന്തോരം പാച്ച് വർക്ക് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സർജറിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ കാണുന്നത് പോലെ ഒന്നല്ല കേട്ടോ, ഇത് കാണുന്നത് പോലെ നിങ്ങൾ ഇരിക്കണമെന്ന് ചിന്തിക്കരുത്. എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെ നല്ല എൻ്റെ തലയിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട്. ദേ ജയിലേ നോക്കി ഇല്ലേ?
ഉണ്ട്. ഉണ്ട് കേട്ടോ. ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാ. ഒരു തല ഇങ്ങനെ പൊളിഞ്ഞു പോയി. അങ്ങനത്തെ ഒരു മനുഷ്യനാ. അതിന് മരുന്ന് ഇപ്പോഴും കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട്. അതിന് ഇച്ചിരി ബോധക്കുറവൊക്കെ ഉണ്ട്, പോട്ടെ കേട്ടോ. തലയിൽ ഒരു സർജറി കഴിഞ്ഞതാ. 2 കൈയുടെയും സർജറി കഴിഞ്ഞിട്ടുണ്ട്. ചേരുന്ന് പിടിച്ച് നിങ്ങളുടെ ആരുടെ അങ്ങനെ പോകത്തില്ല കേട്ടോ. എൻ്റെ കൈക്ക് ഇവിടെ പിടുത്തമില്ല, പിടുത്തം കുറവാ കേട്ടോ. ഒന്നുകൂടി കാണിക്കണോ? ചില സ്ഥലത്ത് പോയി മൃഗശാലയിലെ കുരങ്ങനെ പോലെയാ. അതുകൊണ്ട് ചിലർക്ക് ഇത് മാജിക് പോലെയാണ്. മാജിക് ഒന്നല്ല, സർജറി കഴിഞ്ഞപ്പോൾ പോയതാ. അതിങ്ങനെ വിട്ടുപോയി. ഭയങ്കര പ്രശ്നമാണ് അത്, ഭയങ്കര പെയിനാണ് ഇതിങ്ങനെ എടുക്കുമ്പോൾ കേട്ടോ. എനിക്ക് പിടുത്തമില്ല. ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ബസ് ബ്രേക്ക് പിടിച്ചാലും ഇവിടെ പിടുത്തമുണ്ടെങ്കിലല്ലേ നമ്മളിങ്ങനെ നിൽക്കുള്ളൂ. ഇതാണെങ്കിൽ ബസ് ബ്രേക്ക് പിടിച്ചാലും ഞാൻ പോവും. ഇതാണ് എൻ്റെ കുഴപ്പം. ഇത് പിടിവിട്ടു ഈ കൈ, അതാണ് പ്രശ്നം കേട്ടോ. ഈ ബസ്സിലിപ്പോൾ യാത്ര ചെയ്യത്തിൻ്റെ പേരെ കണ്ടറിയോ, ഈ ഹേമ കമ്മീഷനൊക്കെ വന്നുകൊണ്ട് ആകെ പ്രശ്നമാണ്. ഞാൻ പിടിച്ചിട്ട് ബസ്സെങ്ങാനും ബ്രേക്ക് പിടിച്ചിട്ട് ഞാൻ ബ്രേക്ക് പിടിക്കാണ്ട് വില്ലോടത്തും പോയി ഇടിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും എൻ്റെ പൊന്നെ മോളെ എനിക്ക് ബ്രേക്കില്ലാത്ത ആളാ വന്നെ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അടിയും കഴിയും പ്രശ്നം കഴിയും അവിടെ തീർന്നു കേട്ടോ. അതുകൊണ്ട് ബസ്സിൽ കയറാറില്ല. 2 കൈയുടെ സർജറി കഴിഞ്ഞതാ. വയറ്റത്തൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കുരു വളർന്നതാ, അകത്തേക്ക് വളരാൻ തുടങ്ങി. അതിന് 12 സ്റ്റിച്ചിട്ടുണ്ട്. ആരും വരണ്ട, അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാണാതെ വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. 2 മുട്ടിന് സർജറി കഴിഞ്ഞതാ. 2 മുട്ടിന് ലിഗമെന്റ് സർജറി കഴിഞ്ഞതാ. വലത്തെ മുട്ടും കഴിഞ്ഞു, ഇടത്തെ മുട്ടും കഴിഞ്ഞു. 2 മുട്ടിനും പാടെടുക്കുന്നുണ്ട്. 2 കണ്ണങ്കാലും സർജറി കഴിഞ്ഞതാ. എൻ്റെ മുട്ടിന് വിഷമമുണ്ടായപ്പോൾ കണ്ണങ്കാലിനൊരു സങ്കടം ഞാൻ തീർത്തു കൊടുത്തു. അവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. കാരണം വെയിറ്റ് താങ്ങണല്ലാന്നേ കേട്ടോ. ഈ മുട്ടിന് പ്രശ്നം ഉണ്ടായ കുഴപ്പം അപ്പുറത്തെ മുട്ടിനെ അത് ബാധിക്കും ഭയങ്കരമായിട്ട്. വെയിറ്റിൻ്റെ പ്രശ്നമാണ്. ഇത്ര സർജറി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ, തല തൊട്ട് കണ്ണങ്കാല് വരെ. കണ്ട പറയോ? പക്ഷെ ഞാൻ നിൽക്കണോക്കേ, ഓടിച്ചാടി ഇത്ര നേരം ഡ്രൈവ് ചെയ്തതേ വന്ന് നിൽക്കുന്ന പ്രസംഗിക്കുന്നു. നോ പ്രോബ്ലം. ഒരു ക്ഷീണമോ വലിയ ബുദ്ധിമുട്ടില്ല. ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ, സത്യം പറഞ്ഞ ക്ഷീണമൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയത്തില്ല. ഇന്നലെ ധ്യാനമാണ്, ഇന്ന് രാത്രി ഇനി ധ്യാനമുണ്ട്. എന്നിട്ട് നിൽക്കാം എൻ്റെ കർത്താവിന് വേണ്ടി. എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഈ കൊല്ലത്ത് ഇത് പ്രസംഗിക്കാൻ പോയി, ധ്യാന പ്രസംഗത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തല തൊട്ട് കാല് വരെ സർജറി കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പ്രസംഗം കേട്ടോണ്ടെന്നൊരു ചേച്ചി എന്നെ ഇതിങ്ങനെ നോക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ പുള്ളിക്കാരത്തി എഴുന്നേറ്റ് ധ്യാനമുള്ള ധ്യാന പ്രസംഗ കൺവെൻഷനാണല്ലോ. പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പറയാ, എൻ്റെ പൊന്നച്ച ആകെ ഒരു പ്രതീക്ഷയോടുകൂടെയാ ഈ കൺവെൻഷന് വന്നേ. ഇപ്പം പ്രസംഗിക്കാൻ വന്നേക്കണ അച്ഛൻ ഞങ്ങളെക്കാലം തീരാരോഗ്യമാണല്ലോ കർത്താവേ. അപ്പം ഞാൻ എന്തിനത് പറഞ്ഞതറിയോ? എടവൈ നമുക്കൊക്കെ ഈ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, രോഗങ്ങളുണ്ട്. ചിരിക്കാന്നേ, ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. എനിക്കതാണ് നിങ്ങളോട് പറയാൻ പറഞ്ഞത്. ഞാൻ പറയുന്നല്ലോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അയ്യോ എൻ്റെ കൈ വേദനിക്കുന്നു, ആരെ അറിയിക്കേണ്ടതേ, ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇത്രേ ഉള്ളൂ ലൈഫ് കേട്ടോ. ഓക്കെ. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അവസാനത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തുക. ഈ ലോകത്ത് എന്തിനേക്കാളുപരി, നിങ്ങളുടെ പാരൻസിനേക്കാളും ജീവിതത്തിൽ എന്തിനേക്കാളുപരി സ്നേഹിക്കേണ്ടത് ആരെയാ? ഈശോപ്പനെ. അത് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി ആ കാര്യത്തിൽ. പല മക്കളും പറഞ്ഞു ഈശോനെ, ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. കാരണം എന്നറിയോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരെ തോറ്റുപോണ ചില സന്ദർഭങ്ങളുണ്ടാവും. നമ്മൾ തന്നെ മോട്ടിവേഷൻ കൊടുത്തിട്ടും പോട്ടടാ എന്ന് പറഞ്ഞിട്ടും നമുക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഈ ലോകത്ത് ഉറപ്പുള്ള ഒരു ശക്തി അതെൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും യൂത്തിനോട്, ദൈവത്തെ മറന്ന് ജീവിക്കരുത്. നമ്മളൊരു പാട്ടുണ്ടല്ലോ, ദൈവത്തെ മറന്നു കുഞ്ഞേ ദൈവമല്ലേ നിന്റെ സർവവും കുഞ്ഞുനാളിൽ. അമ്മേ, നിങ്ങൾക്കറിയില്ല? മറ്റേതറിയോ? ബനാനെ ഒരു പൂ തരാമോ? അതറിയായിരിക്കും കേട്ടോ. ബനാനെ ഒരു പൂ തരാമൊക്കെ അറിയാം കേട്ടോ. ആ പാട്ടൊക്കെ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പറഞ്ഞപ്പോൾ ആ ചെറുക്കൻ എന്നോട് പറയാ, ഇതൊന്നും എനിക്കറിയില്ല അച്ചോ. ഞാൻ ചോദിച്ചു, നിനക്ക് ഏതറിയാവുന്ന? അപ്പം അവൻ പാടിയ പാട്ടാ, നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. അവൻ്റെ ചെറിയ പ്രായത്തിൽ അവൻ അറിയാവുന്ന പാട്ട് അതൊക്കെയാ കേട്ടോ. ഇതൊക്കെ നല്ല പാട്ടുകളാ കേട്ടോ. ദൈവത്തെ മറന്നു കുഞ്ഞേ
ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? എൻ്റെ അമ്മേ, അത് എപ്പോഴെങ്കിലും പാടാൻ പറ്റിയാന്ന് പാടി നോക്ക്. നല്ല പാട്ടാ, യൂത്തിനൊക്കെ പാടി പഠിപ്പിക്കാവുന്ന പാട്ടാ. അവിടെ ചെറിയ പ്രായത്തിൽ കർത്താവിനെ കൊടുത്തത് ജീവിതത്തിൻ്റെ അവസാനം വരെ കളയാതെ കൊണ്ടുനടക്കുക. കാരണം ഒറ്റ റീസണുള്ളൂ മക്കളെ, ഈ ലോകത്ത് നിങ്ങളുടെ കൂടെ ആരും നിന്നില്ലെങ്കിലും ദൈവം നിൽക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അച്ഛൻ എങ്ങനെ ഇത്രയും ഹാപ്പി ആയിരിക്കണേ? ഒറ്റ റീസൺ എനിക്കുള്ളൂ, എൻ്റെ തമ്പുരാനുണ്ട് എൻ്റെ കൂടെ. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. എൻ്റെ ദൈവമുണ്ട് എനിക്ക്. ഈ ലോകത്ത് ഞാൻ ചിരിക്കാൻ ഒറ്റ റീസൺ എനിക്കുള്ളൂ, എൻ്റെ ദൈവമുണ്ട് എനിക്ക്. അത്രയും മതി ജീവിക്കാൻ കേട്ടോ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള അത് മാത്രമേ ഉള്ളൂ. യൂത്ത് ആണെങ്കിലും എല്ലാ പ്രായക്കാരോടും, വിവാഹിതരാണെങ്കിലും എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ റീസണുള്ളൂ, ദൈവമുണ്ട് മക്കളെ നിങ്ങളുടെ കൂടെ. ആ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പഠിക്കും. അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം. ഈ ലോകത്ത് യുവതിവാക്കളോട് പറയാം, ഈ ലോകത്ത് ഒത്തിരി തിന്മകളുടെ മക്കളെ. അത് തെറ്റായ ബന്ധങ്ങളായിരിക്കാം, ലഹരികളായിരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ MDMA ഒത്തിരി ലഹരി പദാർത്ഥങ്ങളിൽ മക്കൾ തെറ്റായ വഴികളിലേക്ക് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇപ്പോൾ അതിനു വേണ്ടി കൊടുക്കുന്നുണ്ട് അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് പറയാം, മക്കളെ അങ്ങനെ നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിൻ്റെ അടുത്ത് നോ പറയാൻ യൂത്ത് പഠിക്കണം കേട്ടോ. അച്ഛൻ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടാ. നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നോ പറയാൻ പഠിക്കുക, എന്നിട്ട് ജീവിക്കുക. അച്ഛൻ നിർത്തുക. ഇത്രയും നേരം കേട്ടതിന് വളരെയധികം സന്തോഷം. 4 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ സ്നേഹിക്കേണ്ടത് ആരെയാ? നമ്മളെ തന്നെ കേട്ടോ. രണ്ടാമത്, നിങ്ങളുടെ പാരൻസിനെ, നിങ്ങളുടെ കൂടെയുള്ളവരെ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, നിങ്ങളുടെ കൂടപ്പിറപ്പുകളായിരിക്കാം. അച്ഛനോട് അതിനോട് ചേർത്ത് വെച്ചൊരു കാര്യം പറഞ്ഞു, പറ്റിക്കാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത് കേട്ടോ. മൂന്നാമതായിട്ട് അച്ഛൻ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ലോകത്ത് ആരൊക്കെ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവും. ആര്? ദൈവം ഉണ്ടാവും. ആ ഈശോയുടെ കൂടെ നടക്കാൻ പഠിക്കുക. അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു നിർത്തി, നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു ലഹരിയിലേക്ക്, അത് എന്തുവാകാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം, മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉള്ളവരുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. എന്താണെങ്കിലും നിങ്ങളെ നശിപ്പിക്കുന്നതിനോട് നോ പറയാൻ പഠിച്ചിരിക്കണം കേട്ടോ. ഇത്രയും പറഞ്ഞ അച്ഛൻ നിർത്താം. ക്ലാസ് ഇഷ്ടമായോ? ബോറടിച്ചോ? നല്ല കൈ വെച്ചോ. താങ്ക് യു സോ മച്ച് കേട്ടോ.